ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ST24 വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ST25 എന്നുള്ള പോയിൻ്റാണ്. എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അബ്ഡമൻ നിന്ന് മിഡ് ലൈൻ നിന്ന് 2 ചൂൺ ലാറ്ററലായിട്ടാണ് നമ്മുടെ വാരിയലുകൾ കഴിഞ്ഞാൽ സ്റ്റൊമക് മെറിഡിയൻ മുഴുവൻ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, 2 ചൂൺ ലാറ്ററൽ ടു അംബ്ലിക്കസ് ആണ് ഉള്ളത് ഓൺ ദ മിഡ് ലൈൻ ഓഫ് ദ അബ്ഡമൻ. അതായത് മറ്റേ നമ്മുടെ നേവലിൽ നിന്നും 2 സൈഡ് ലാറ്ററലായിട്ട് 2 വശത്തും വരുന്ന പോയിന്റാണ് ST25 എന്നുള്ളത്. ഇത് വന്നിട്ട് ലാർജ് ഇൻഡസ്ട്രിയൻ്റെ ഫ്രണ്ട് മ്യൂ പോയിന്റ് ആണ്. നമ്മൾ മ്യൂ പോയിന്റ്സിനെ കുറിച്ചും ഷൂ പോയിന്റ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഫ്രണ്ട് മൂവ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൂടുതലും ബാക്ക് ഷൂ പോയിന്റ്സ് ആണ് പൊതുവെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. സോ എന്താണ് മറ്റേ ഷൂ പോയിന്റ്സിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പോയിന്റിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസേഷൻ വേരിയേഷൻ ഉണ്ടെങ്കിൽ, അതായത് പെയിൻ കൂടുതലുണ്ടെങ്കിലോ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെങ്കിലോ ഒക്കെ തന്നെ ആ ഓർഗൻ മെറീഡിയനിൽ എനർജി ഇംബാലൻസ് ഉണ്ടെന്നും അതിനൊരു സപ്പോർട്ട് വേണമെന്നുള്ളതാണ്. അതുമാത്രം ഇത് ഡയഗ്നോസിസിന് മാത്രമായിട്ടല്ല, ട്രീറ്റ്മെന്റിന് നമുക്ക് ഈ പോയിന്റ്സുകളെ ഉപയോഗിക്കാൻ പറ്റും. സോ ഈ ലാർജ് ഇൻഡസ്ട്രിയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് ഈ സ്റ്റൊമക് 25 നല്ലതായിരിക്കും. കാരണം ലാർജ് ഇൻഡസ്ട്രിയൻ്റെ ഫ്രണ്ട് മൂവ് പോയിന്റ് ആയതുകൊണ്ട്. അത് ലൊക്കേഷൻ വൈസും വന്നിട്ട് മറ്റേ ലാർജ് ഇൻഡസ്ട്രിയനൊക്കെ അതേമാതിരി തന്നെ കോളൻ്റെ ഒക്കെ ഏരിയയിലായിട്ടാണ് വരുന്നത്. അതേമാതിരി തന്നെ അംബ്ലിക്കസിൽ വന്നിട്ട് ചിലർക്ക് വന്നിട്ട് ഡിസ്ചാർജ് ഉണ്ടാവും. അതിനൊക്കെ ഈ പോയിന്റ്സ് നല്ലതാണ്. അത് നോർമലി വന്നിട്ട് ചുറ്റുമുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഡ്രാഗൺ നീഡ്ലിംഗ് പോലെ. അപ്പോൾ ഡ്രാഗൺ നീഡ്ലിംഗ് വന്നിട്ട് മുറിവുകൾ ഉണങ്ങാനും മറ്റുമൊക്കെ വന്നിട്ട് വളരെ യൂസ്ഫുള്ളാണ്. അതേമാതിരി ഒരു സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ തന്നെ. എന്താണ് ഈ ഡ്രാഗൺ നീഡ്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 55 to 45 ഡിഗ്രി ചരിവിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിലോ, ഒരു മുറിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ബൾജിങ് ഉണ്ടെങ്കിലോ അതിൻ്റെ അറ്റത്ത് നിന്ന്, ഇപ്പം നമ്മുടെ കാലിലൊക്കെ വന്നിട്ട് ആണി പറയുന്ന അസുഖമുണ്ട്, അതിനൊക്കെ ഡ്രാഗൺ നീഡിൽ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അതേമാതിരി മുറിവുകൾ ഉണ്ടെങ്കിലും തന്നെ, അതേമാതിരി തന്നെ സ്കിന്നിൽ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഡ്രാഗൺ നീഡ്ലിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിടുന്ന സമയത്ത് ചരിച്ചിട്ട് വേണം ഇടാൻ, ടുവേർഡ്സ് സെൻറ്റർ. ഇപ്പോൾ ഒരു മുറിവിനെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇടുന്നതെങ്കിൽ മുറിയുടെ ഏറ്റവും അറ്റത്ത്, മുറിയിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് എത്ര അടുത്തുനിന്ന് ഇടാൻ പറ്റും അത്ര അടുത്തുനിന്ന് ടുവേർഡ്സ് സെൻറ്ററിലേക്ക് നോക്കിയിട്ട് ചരിച്ച് നീഡ്ലിംഗ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റിൽ ഇടണം. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ ഇടണം. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇടുക. അപ്പോൾ മറ്റേ അതിൻ്റെ നീഡ്ലിംഗ് തന്നെ 2, 4, 6, 8, 10, 12 അങ്ങനെ 2ൻ്റെ ഗുണിതങ്ങളായിട്ട് നമുക്ക് എത്ര നീഡിൽ വേണമെങ്കിലും ഇടാം. അതിൻ്റെ പ്രോട്ടോകോൾ ഇതേ ഉള്ളൂ, ചരിച്ചിടണം ടുവേർഡ്സ് സെൻറ്റർ. ഒന്നിടുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റേതിടണം. അതേമാതിരി എടുക്കുന്ന സമയത്തും പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ളത് എടുക്കുക, പിന്നെ വേറെണ്ണം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റിൽ എടുക്കുക. ഇങ്ങനെ മാറി മാറി എടുക്കുന്നതാണ് കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല മാറ്റം ഉണ്ടാവും നമുക്ക്. മറ്റേ സ്ക്രാച്ചസോ അല്ലെങ്കിൽ മുറിവുകളോ അല്ലെങ്കിൽ സ്കിന്നിലെ പാടുകളോ, അത് മുറിവുകൾ ഉണങ്ങാൻ, ഈ ആണി എന്ന് പറഞ്ഞ അസുഖത്തിനൊക്കെ തന്നെ നമുക്കിത് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നീഡ്ലിംഗ് സിസ്റ്റമാണ് ഡ്രാഗൺ നീഡ്ലിംഗ് എന്ന് പറയും. അത് ഡ്രാഗൺ കടിക്കുന്നത് പോലെ ഉള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ, സോ ഈ ST25 എന്നുള്ളത് ഇൻഡിക്കേഷൻസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റൊമക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയനകത്ത് വന്നിട്ട് ശബ്ദങ്ങൾ, അതായത് ഒരു വെള്ളം മൂവ് ചെയ്യുന്ന പോലെയോ എയർ മൂവ് ചെയ്യുന്ന പോലെ ഉണ്ടാവുന്ന ശബ്ദങ്ങളൊക്കെ ചിലവർക്ക് ഉണ്ടാവും. ഓക്കെ, അത് റെഗുലറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ST25 നീഡിൽ ചെയ്യുന്നതിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. അതേമാതിരി തന്നെ അംബ്ലിക്കസിന് ചുറ്റുമുള്ള വേദനകൾക്ക് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് നല്ലതാണ്. വാട്ടറി സ്റ്റൂൾസ് പോകുന്നുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. ഡയറിയയ്ക്ക് വളരെ നല്ലതാണ്. അതായത് മറ്റേ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് നമുക്ക് മോഷനിലൂടെ മ്യൂക്കസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഡിസെൻട്രി എന്ന് പറയും. ഡയറിയ എന്ന് പറഞ്ഞാൽ വാട്ടറി സ്റ്റൂൾ. രണ്ടിനുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ചില സ്ഥലത്ത് ഡയറിയ എന്ന് ഉപയോഗിക്കും, ഡിസെൻട്രി എന്ന് ഉപയോഗിക്കും. രണ്ടും ഒന്നാണോ ചോദിച്ചാൽ രണ്ടും ഒന്നല്ല, 2 തരത്തിലാണ്. ഡയറിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ രൂപത്തിൽ തന്നെ പോവുക. അതേ സമയത്ത് ഡിസെൻട്രി ആകുമ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് മറ്റേ ഒന്നില്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ കഫോ മോഷനിലൂടെ ലൂസായിട്ട് തന്നെ പോകുന്നതിനെയാണ് ഡിസെൻട്രി എന്ന് പറയാം.
അതേമാതിരി ഇറഗുലർ മെൻസ്ട്രേഷന് വളരെ നല്ല പോയിന്റാണ് ST25. കാരണം ലോക്കൽ പോയിന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. അതേമാതിരി തന്നെ അബ്ഡമനിൽ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് കൊഴുപ്പ് കൂടുതലുണ്ട് അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന വയറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറാനും ഈ പോയിന്റ് നമുക്ക് സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ മെൻസസ് ഇല്ല, ആബ്സെൻസ് ആവും, അമെനോറിയയ്ക്കും ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പ്ലീനിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റൊമക്കിനെയും ഇൻഡസ്ട്രിനെയും റെഗുലേറ്റ് ചെയ്യുന്നു. ഡാംനെസ് ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാൻ നടക്കുന്നു. ഡാംനെസ് എന്ന് പറയുന്നത് എർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈവിളാണ്. അപ്പോൾ ഡാംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സർക്കുലേഷൻ കുറയുകയും അവിടെ നീര് പോലെയുള്ള സാധനങ്ങൾ മറ്റേ എന്താ പറയുക മൂവ്മെന്റ് ചെയ്യാതെ തേങ്ങിക്കിടക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. വിത്ത് ഹോട്ട് ഉണ്ടാവും, വിത്തൗട്ട് മറ്റേ തണുപ്പുള്ളതും ഉണ്ടാവും. രണ്ട് തരത്തിൽ വരും. ഓക്കെ, ആൻഡ് ഡാംപ് ഹീറ്റ് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. അപ്പോൾ എവിടെ ശരീരത്തിനകത്ത് നീർക്കെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഭാഗത്ത് കൂടെ സർക്കുലേഷൻ പ്രോപ്പർ അല്ല. ഓക്കെ, അങ്ങനെ സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്ത സമയത്ത് ഹീറ്റ് അവിടെ ഫോം ആകുമ്പോൾ അതിനെ ഡാംപ് ഹീറ്റ് എന്ന് പറയും. അപ്പോൾ മറ്റേ നമ്മുടെ ചീയും ബ്ലഡും മൂവ് ചെയ്യുന്ന ഫങ്ഷൻ ചെയ്യുന്ന എല്ലാ പോയിന്റ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എവിടെ നീരുണ്ടെങ്കിലും കേട്ടോ. പ്രെഗ്നൻസിനെ കുറിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നില്ല. ഇത് മോക്സ കാണിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, പക്ഷെ പ്രഗ്നൻസി സമയത്ത് മോക്സ കാണിക്കേണ്ട. ഓക്കെ, 1 ചൂൺ വരെ നമുക്ക് നീഡിൽ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ്. അംബ്ലിക്കസിൽ നിന്ന് 2 ചൂൺ ലാറ്ററൽ വരുന്ന പോയിന്റാണ് ST25 എന്ന് പറയുന്നത്. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആൾറെഡി നിങ്ങൾ 21 ശേഷം വരുന്ന പോയിന്റ്സ് ഒക്കെ വന്നിട്ട് ഓരോ ചൂൺ ഇങ്ങനെ താഴെ ആയിട്ടാണ് വരിക. 2 ചൂൺ ലാറ്ററൽ ആയിട്ടാണ്. അതുകൊണ്ട് ഇതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെയുള്ളത് ST26 എന്നുള്ള പോയിന്റാണ്. അത് വന്നിട്ട് ഇതേമാതിരി തന്നെ മധ്യഭാഗത്ത് നിന്നും വയറിന്റെ സെന്ററിൽ നിന്നും 2 ചൂൺ വശങ്ങളിലായിട്ട് വരുന്നതാണ്. അംബ്ലിക്കസിൽ നിന്ന് 1 ചൂൺ അല്ലെങ്കിൽ 25ൽ നിന്നും ST25ൽ നിന്നും 1 ചൂൺ താഴെ വരുന്ന പോയിന്റാണ്. ഇത് ആക്ച്വലി വന്നിട്ട് ഇപ്പോൾ ഈ 24, 25, 26 ഒക്കെ തന്നെ ആൾമോസ്റ്റ് അടുത്തടുത്ത് വരുന്ന പോയിന്റ് ആയതുകൊണ്ട് കോമൺ ആയിട്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇൻഡിക്കേഷൻസ് ആലോചിച്ച് വെച്ചാൽ തന്നെ മതിയാവും. ഇതിനകത്ത് ഹെർണിയക്കും കൂടെ പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അബ്ഡമൽ പെയിന് നിങ്ങൾക്ക് ST25 ഉപയോഗിക്കാം, കാരണം അംബ്ലിക്കസിന് ചുറ്റുമുള്ള വേദന നമ്മൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതേമാതിരി ഹെർണിയക്ക് ഈ 26 നല്ല പോയിന്റ് ആണ്. അതായത് പെയിൻഫുൾ മെൻസ്ട്രേഷന് ഈ പോയിന്റ് നല്ലതാണ്. ഇതും റെഗുലേറ്റ്സ് ചി ആൻഡ് റിലീവ്സ് പെയിൻ ആണ്. അപ്പോൾ റെഗുലേറ്റ്സ് ചി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ശരീരത്തിനകത്ത് എവിടെയെങ്കിലും എഡിമ ഉണ്ടെങ്കിലും മെൻസസ് സൈക്കിളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം തന്നെ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. പെർപെൻഡിക്കുലർ ഇൻസ്റ്റലേഷൻ പറ്റും. 1 ചൂൺ മാക്സിമം നമുക്ക് ഇറക്കാം. ഒരു 1.5 ഉണ്ട്, നമുക്ക് സേഫർ സൈഡിൽ 1 ചൂൺ മാക്സിമം ഇറക്കാൻ പറ്റും. ഓക്കെ, ലൊക്കേഷൻ നമ്മൾ ST25 നിന്ന് 1 ചൂൺ താഴെയാണ്. ഓക്കെ, ആ കൂടി നമ്മൾ 4 പേരേ ഉള്ളൂ, 4 ഇല്ല, 5, 1, 6, 7 പേരുള്ളതിൽ 2 എണ്ണം എൻ്റെ തന്നെ സ്ക്രീനാണ്. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ക്ലാസ് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് പോകാം. ST27 എന്നുള്ള ലൊക്കേഷൻ പോയിന്റ്സ് ആണ് നമ്മൾ അടുത്തത് നോക്കാനുള്ളത്. ലോവർ അബ്ഡമനിൽ തന്നെയാണ്. ഓക്കെ, 2 ചൂൺ ബിലോ സെന്റർ ഓഫ് അംബ്ലിക്കസ്, അതായത് അംബ്ലിക്കസിൽ നിന്നും 2 ചൂൺ താഴെയായിട്ടും മധ്യഭാഗത്ത് നിന്ന് 2 ചൂൺ ലാറ്ററലായിട്ടും വരുന്ന പോയിന്റാണ്. ഓക്കെ, എന്തിനൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോവർ അബ്ഡമൻ ഡിസ്റ്റൻഷൻ ആൻഡ് പെയിൻ, അതായത് അടിവയറ് വേദന അല്ലെങ്കിൽ അടിവയറ് മാത്രം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഭാരം ഉള്ളതായി തോന്നുക അല്ലെങ്കിൽ ഒരുപാട് ചാടിയതായിട്ട് തോന്നുക, അങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഡൈസൂരിയ, അതായത് ഒന്നില്ലെങ്കിൽ മൂത്രച്ചൂടെന്ന് പാലക്കാടൻ ഭാഷയിൽ പറയും, മൂത്രം ഒഴിക്കുമ്പോൾ ഈ മറ്റേ എരിച്ചലുണ്ടാവുക, അതേമാതിരി തന്നെ വേദനയൊക്കെ ഉള്ളതിന് നമുക്ക് ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ഹെറണിക്ക് നമുക്ക് ഉപയോഗിക്കാം. അതേമാതിരി സ്പെർമറ്റോറിയ, അതായത് മറ്റേ ഇൻവോളണ്ടറി എക്സസീവ് ഡിസ്ചാർജ് ഓഫ് സെമൻ, അതായത് സെമൻ വന്നിട്ട് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് ഡിസ്ചാർജ് ആവേണ്ടത്. ചിലവർക്ക് വന്നിട്ട് സ്വപ്നത്തിലുണ്ടാവും, അതേമാതിരി ചിലവർക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നമുക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി പ്രീമേച്ചർ എജാക്കുലേഷനും അതേമാതിരി തന്നെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻസിനെല്ലാം തന്നെ ഈ പോയിന്റ് ഉപയോഗിക്കാം. ജനനേന്ദ്രിയങ്ങളായിട്ടുള്ള ഇഷ്യൂസിനെല്ലാം തന്നെ ST27 വളരെ നല്ല പോയിന്റാണ്.
ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നീസിനെ സ്ട്രെങ്ത് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ജനനേന്ദ്രിയങ്ങളായിട്ടുള്ള ഇത്രയേറെ ഗുണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിഡ്നീനെ സ്ട്രെങ്തൻ ചെയ്യാണ്, കിഡ്നിയുടെ എസൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അതുകൂടാതെ സ്റ്റൊമക് ചീനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിഡ്നീനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ തന്നെ യൂറിനേഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ്, അതായത് യൂറിൻ ശരിക്കും പോവാതിരിക്കലും പെയിൻഫുൾ യൂറിനേഷൻ എല്ലാം തന്നെ ഈ പോയിന്റ് ഉപയോഗിക്കാം. ST27-26 ഒരു ചൂൺ താഴെ, ST26 ഒരു ചൂൺ താഴെ, അല്ലെങ്കിൽ ST25 2 ചൂൺ താഴെയായിട്ട് വരുന്ന പോയിന്റാണ്. അതേമാതിരി തന്നെ ലോവർ ബാക്ക് പോയിന്റിലും കൂടെ ശരിക്കും ഈ പോയിന്റ്സ് നമുക്ക് വർക്ക് ചെയ്യും. ഓക്കെ, അടുത്തത് ST28 എന്നുള്ള പോയിന്റാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് മറ്റേ ST27 നിന്നും ഒരു ചൂൺ താഴെ, അല്ലെങ്കിൽ ST25 3 താഴെയായിട്ട് വരുന്നതാണ്. മറ്റേ ലാറ്ററലി എന്ന് പറയുമ്പോൾ മിഡ് ലൈനിന്ന് 2 ചൂൺ തന്നെയാണ്. ഓക്കെ, സെയിം ലൈനിൽ വരുന്ന പോയിന്റുകളാണ്. അത് ഇതേമാതിരി തന്നെ കോമൺ ആയിട്ട് ഈ ST24 ആയിക്കോട്ടെ, 25, 26, 27 ഒക്കെ കോമൺ ആയിട്ടാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇത് ഫെറിനേക്കും അതേമാതിരി തന്നെ ലോവർ അബ്ഡമൻ അംബ്ലിക്കസിന് താഴെയുള്ള വരുന്നതെല്ലാം തന്നെ യൂറിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആസ് പെർ ആഷ്യോ ആയിട്ട് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് അംബ്ലിക്കസിന് മുകളിലുള്ളതിന് സാധാരണ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അംബ്ലിക്കസിന് താഴെയുള്ളത് വന്നിട്ട് കിഡ്നി ആൻഡ് യൂറിനേഷൻ, ഹെർണിയ തുടങ്ങിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റാണ്. അങ്ങനെ നമ്മൾ ഓർത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് ലോവർ അബ്ഡമൻ ഡിസ്റ്റൻഷൻ, അതായത് ലോവർ അബ്ഡമനിൽ വേദനയോ മാസോ എന്തുണ്ടെങ്കിലും അതിന് ഉപയോഗിക്കാം. പെയിൻഫുൾ യൂറിനേഷന് ഉപയോഗിക്കാം, മൂത്രച്ചൂടിന് ഉപയോഗിക്കാം, പെയിൻഫുൾ മെൻസേഷന് ഉപയോഗിക്കാം, ഇൻഫെർട്ടിലിറ്റിക്ക് ഉപയോഗിക്കാം, ഹെർണിയക്ക് നല്ലതാണ്. അതേമാതിരി കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്. അതായത് കുറച്ച് പ്രായമായവർക്കൊക്കെ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ യൂറിനേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊതുവെ പണ്ട് കാലത്താണ്, ഇന്നും അങ്ങനെ ആരും സജസ്റ്റ് ചെയ്ത് കാണാറില്ല. പണ്ടൊക്കെ ആശുപത്രിയിൽ പോയാൽ തന്നെ അവർ ഒരു റബ്ബറിൻ്റെ ചുടുവെള്ളം ഒഴിക്കാവുന്ന ഒരു ബോട്ടിലോ അതല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വന്നിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് അംബ്ലിക്കസിന് താഴെ എല്ലാ ഭാഗത്തും വെക്കാൻ പറയും. അത് ആക്ച്വലി വന്നിട്ട് ഈ യൂറിനേഷൻ സുഗമമാക്കാനും കോൺസ്റ്റിപ്പേഷൻ സുഗമമാക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒക്കെ തന്നെ ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺസ് അപ്പ് ദ വാട്ടർ പാസേജസ്, അതായത് വാട്ടർ പാസേജസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്തിനു പറ്റുന്നത്, യൂറിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് വാട്ടർ പാസേജസിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡിമയ്ക്കും ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, കോമൺ ആയിട്ട് ബാക്കി പോയിന്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം. ഓക്കെ, അതുകൊണ്ട് ഇത് യൂറിനേഷന് ബെനിഫിറ്റ് ചെയ്യുന്നു. റെഗുലേറ്റ്സ് ദ ലോവർ ജിയോ ആൻഡ് റിമൂവ്സ് സ്റ്റാഗ്നേഷൻ. ശരീരത്തിനകത്ത് എവിടെയെങ്കിലും സ്റ്റാഗ്നേഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാട്ടർ പാസേജ് ഓപ്പൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. അപ്പോൾ സ്റ്റാഗ്നേഷന് ക്ലിയർ ചെയ്യും. ലോവർ ജിയോനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ലിവറിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിനൊക്കെ ആണെങ്കിൽ അവരുടെ ഓവറിയും യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, കിഡ്നി, അതേമാതിരി തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാവുന്ന പോയിന്റ്സ് ആണ് ഈ സാധനം. ലോവർ ജിയോയിലെ എല്ലാ ഓർഗൻസിനെയും ഇത് സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റാണ്. വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൈകൾ കൊണ്ട് ഈ പോയിന്റിനെയൊക്കെ വന്നിട്ട് വെറുതെ റബ്ബ് ചെയ്താൽ തന്നെ ഇതെല്ലാം ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. അപ്പോൾ സ്റ്റമക്ക് മൊത്തത്തിൽ എവിടുന്നാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെന്റ് അറിയാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നിറയെ സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ഈ പോയിന്റ്സുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുകയും ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഒരു മുറുക്കം തോന്നുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെയേറെ നല്ല ആശ്വാസം കിട്ടും. പണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പണ്ട് സിനിമകളിലും മറ്റുമൊക്കെ കാണുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് പരിചയം കുറവായിരിക്കും. ഈ പണ്ടത്തെ വയറ് കൂടുതലുള്ള ബ്രാഹ്മിൺസിനെ കാണിക്കുന്ന സമയത്ത് അവർ ഏത് സമയത്തും വയറ് തടയുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതിന്റെ സൂത്രം എന്താ വെച്ചാൽ ബോഡി സ്വമേധയാ തന്നെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി മെക്കാനിസം ആണ്. അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ ST28 എന്നുള്ളത് ST25 3 ചൂൺ താഴെ, അല്ലെങ്കിൽ അംബ്ലിക്കസിൽ നിന്ന് 3 ചൂൺ താഴെയും മധ്യഭാഗത്ത് നിന്ന് 2 ചൂൺ ലാറ്ററലുമാണ്. നമ്മളുടെ ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള മെറീഡിയൻസ് എല്ലാം തന്നെ ബൈലാറ്ററൽ ആണ്, 2 വശത്തും ഉണ്ട്. ഓക്കെ, ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള 12 മെറീഡിയൻസും ശരീരത്തിന്റെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മ കാണും.
ഓക്കെ, ST29 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഓൺ ദ ലോവർ അബ്ഡമൻ 4 ചൂൺ ബിലോ ദ സെൻറ്റർ ഓഫ് അംബ്ലിക്കസ്. 4 ചൂൺ താഴെയായിട്ടും 2 ചൂൺ ലാറ്ററലായിട്ടും വരും. ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്രസ് പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. അപ്പോൾ അതേമാതിരി തന്നെ ഓറിക്കുലാറിൽ ഷെൻമെൻ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റും നിങ്ങൾക്ക് വന്നിട്ട് ഈ യൂട്രസ് പ്രൊലാപ്സിനൊക്കെ വളരെ നല്ല പോയിന്റ് ആണ്. അപ്പോൾ ST29 ഇടുന്നതിനൊപ്പം തന്നെ കാതിലും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പ്രസ് നീഡിലൊക്കെ ഇടുകയാണെങ്കിൽ യൂട്രസ് പ്രൊലാപ്സിന് നല്ല മാറ്റങ്ങൾ കാണാറുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരു ഏകദേശം 65 ആൻഡ് അബോവ് ഉള്ള സ്ത്രീകൾ വന്നിട്ട് അവരുടെ മോൻ വരെ ഇപ്പോൾ പഠിച്ചിട്ട് പ്രസ് നീഡിൽ ഇട്ട് കൊടുക്കുകയാണ്. എനിക്കറിഞ്ഞ ഒരു മോർ ദാൻ 7 to 8 ഇയേഴ്സായി. ഡോക്ടേഴ്സ് പണ്ടേ സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇതുവരെ അവർക്ക് സർജറിയിലേക്ക് പോവാതെ ഇതുണ്ട്. അവർക്ക് തന്നെ പറയും, അവരെന്നെ പറയും, മറ്റേ വിളിച്ച് ചോദിച്ചിട്ട് തന്നെ അവർ എപ്പോഴും വരുന്നവരല്ല, വല്ലപ്പോഴും വിളിച്ച് ചോദിച്ചിട്ട് അവർ അങ്ങനെ ഇറങ്ങുന്നത് മാതിരി തോന്നുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസിന് വരുമ്പോൾ പോലും അവർ പോകുന്ന സമയത്ത് നമ്മളോട് പറയും, സാർ ആ കാതിലെ പോയിന്റും കൂടെ ഒന്ന് ഇടണം. അവരത് കൃത്യമായിട്ട്, ചില ക്ലയൻസ് അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ക്ലയൻസാണ് നമ്മൾ കൂടുതൽ പഠിപ്പിച്ചു തരിക നമുക്ക്. സോ അവരുടെ മോന് ഇപ്പോൾ കാതിൽ നീഡിലിടാനൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അവർ ഉടനെ മോനെ വിളിക്കും. മോൻ അപ്പോൾ തന്നെ പ്രസ് നീഡിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും, കാതിലിട്ട് കൊടുക്കും. അവർ 2-3 ദിവസം അത് വെക്കും, പിന്നീട് കുളിക്കുമ്പോൾ കളയും. അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 1-2 ആഴ്ച വരെയൊക്കെ കംഫർട്ടബിൾ അവർ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഒബ്സർവേഷനിൽ 2-3 ക്ലയൻറ്റ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരുപാട് ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നീഡിലിട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ശരിക്കും ശരീരത്തിനകത്ത് അതിൻ്റെ ഫങ്ഷനാലിറ്റി വരുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മിനിമം എന്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും 14 ദിവസം വരെ അവരുടെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നത് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ 1-2 ക്ലയൻസ് ഉണ്ടായിരുന്നു, അവർ മുഖേന നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത്രയേറെ എഫക്റ്റീവാണ് ഈ പോയിന്റുകൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതേമാതിരി ഇറഗുലർ മെൻസ്ട്രേഷൻസിന് വളരെ നല്ല പോയിന്റാണ്. നമ്മൾ ഓരോന്നോരോന്നും പറയുന്നില്ല. മെൻസസ് സൈക്കിളായിട്ട് മറ്റേ പെയിൻഫുൾ ആണെങ്കിൽ ശരി, ഇറഗുലർ ആണെങ്കിൽ ശരി, വൈറ്റ് ഡിസ്ചാർജ് ആണെങ്കിലും ശരി, യെല്ലോ ഡിസ്ചാർജ് ആണെങ്കിലും ശരി, എല്ലാത്തിനും ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, അതേമാതിരി ഹെർണിയയ്ക്ക് നല്ലതാണ്, അബ്ഡമൻ പെയിന് നല്ലതാണ്. റെഗുലേറ്റ്സ് മെൻസ്ട്രേഷൻ, അത് തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അതുമായിട്ട് സൈക്കിളുമായിട്ട്, മെൻസസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിമൂവ്സ് ബ്ലഡ് സ്റ്റാഗ്നേഷൻ ഇൻ ലോവർ ജിയോയിൽ ബ്ലഡ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാലത്ത് ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഈ മെൻസസ് സൈക്കിളായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും, ബ്ലഡ് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടാവില്ല. അപ്പോൾ ആ സ്റ്റാഗ്നേഷന് ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ് നല്ലതായതുകൊണ്ട് ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, 1 ചൂൺ വരെ പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇത് സ്റ്റൊമക്കിലത്തെ പോയിന്റ്സ് ഒക്കെ ശരിക്കും അക്യുപഞ്ചർ ചെയ്യുമ്പോൾ പോലും റെക്കമെൻഡ് ചെയ്യുന്നത് പേഷ്യൻസിനെ കിടത്തിയിട്ട് ചെയ്യാനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഞാൻ ആൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് നീഡിൽ ചെയ്യുന്ന സമയത്ത് ചില ക്ലയൻറ്റ് അൺകോൺഷ്യസ് സ്റ്റാറ്റസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ചെയറിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ ക്ലയൻറ്റ് ആ ചെയറിൽ നിന്ന് വീണ് പോകും, എങ്ങനെയുള്ള ചെയർ ആണെങ്കിൽ പോലും. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ചെയറോ മറ്റേയൊക്കെ ആയിരിക്കും നമ്മുടെ അവിടെ മറ്റേ ക്ലിനിക്കിൽ ഉപയോഗിക്കാം. സോ അതൊന്നും അവർ അറിയാതെ തന്നെ, നമ്മളോട് പറയാതെ തന്നെ കുഴഞ്ഞു വീഴും ചില ആളുകളിലേക്ക്. അങ്ങനെ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വെച്ചാൽ നീഡിലൊക്കെ എടുത്തിട്ട് LU11 LI1 ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 to 15 ടൈംസ് പമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നോർമലിലേക്ക് വരും. ഓക്കെ, ചില ക്ലയൻസ് ആ സമയത്ത് യൂറിനേഷൻ പോകണമെന്ന് പറയും, ചിലവർ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറയും, ചിലർ വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് നേരം ഇരുത്തിയിട്ട് ഒരു സിപ്പ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഓവർകം ചെയ്തു വരും. അങ്ങനെയുള്ള ക്ലയൻറ്റ് വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ റീകൂപ്പും ആകും കേട്ടോ ഇഷ്യൂസ്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതേമാതിരി തന്നെ ആൽക്കഹോൾ കണ്ടൻസ് പറഞ്ഞു മാം. ഇവിടെ സർ ഇവിടെ പറഞ്ഞല്ലോ ഈ തലകറക്കം ഒക്കെ വരുമ്പോ നീറ്റിൽ ചെയ്യണം, അത് ഏതാ പോയിന്റ് പറഞ്ഞേ? അതായത് നമ്മൾ ചിലപ്പോൾ പോയിന്റ്സ് ചെയ്യുമ്പോൾ കഴിയുന്നതും ഈ യുവാൻ സോഴ്സ് പോയിന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവർക്ക് വേർക്കും അവർക്ക് സംസാരിക്കാനോ വിളിക്കാനോ ഉള്ള സമയം പോലും കിട്ടത്തില്ല. അവരങ്ങനെ കോൺഷ്യസ് പോയിട്ട് അൺകോൺഷ്യസ് സ്റ്റാറ്റസിലേക്ക് വരും. നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വെപ്രാളപ്പെടുന്നു വേണ്ട. നീഡിലെടുത്ത ശേഷം LU11 LI1 കൂടെ പമ്പ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഒരു 10 to ഒരു 15 തൊട്ടിട്ട് ഒരു 25 അല്ലെങ്കിൽ ഒരു മേ ബി ഒരു 3 മിനിറ്റ്സ് നിങ്ങൾ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോർമൽ സ്റ്റാറ്റസിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സിപ്പ് വെള്ളം കുടിക്കുക, ഒരുപാട് വെള്ളം കുടിക്കരുത്. ഉറപ്പായിട്ട് അവർക്ക് നന്നായി ദാഹിക്കും, ചിലർ വേർക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
പല ക്ലയൻസിനോടും ഞാൻ പറയാറുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ പറയും, ഇതുവരെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ക്ലയൻസ് ഒന്നില്ലെങ്കിൽ കൂടെയെങ്കിലും ഉണ്ടാവും. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരാൾ വീണിട്ട് നമ്മുടെ മൂക്കിൻ്റെ ചില്ല് പൊട്ടിയിട്ട് ബ്ലഡും വന്നിട്ടുണ്ട്. പക്ഷേ ആൾക്ക് മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. അവർ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വെള്ളമടി അതോടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. മറ്റേ അതേമാതിരി തന്നെ നിങ്ങൾക്ക് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കാലത്ത് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് പേരുണ്ട്. ഈവൻ ഏതെങ്കിലും ഒരു അഡിക്ഷൻ ഇല്ലാത്ത ആളുകളില്ല. അതുകൊണ്ട് നിങ്ങൾ ഓറിക്കുലറൊക്കെ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ മറ്റേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡിക്ഷൻ്റെ പ്രോട്ടോകോൾ കിട്ടും. നിങ്ങൾ പ്രസ് നീഡിൽ ഇടുക, അല്ലെങ്കിൽ മറ്റേ അനുസരിക്കുന്നവരാണെങ്കിൽ ഒരു 1 hour 2 hour നിങ്ങൾ മറ്റേ സുജോക്കിൻ്റെ നീഡിലോ മറ്റേ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം. 1-2 പേരിലല്ല, നമ്മൾ ഒരുപാട് പേരിൽ, അതായത് ഇതില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ക്ലയൻസിൽ വരെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ വിത്ത് അവരുടെ കൺസെൻറ്റോട് കൂടിയിട്ടാണ്. ഓക്കെ, ഒരാൾ മാത്രമാണ് കൺസെൻറ്റ് ഇല്ലാതെ നമ്മൾ നീഡിൽ ചെയ്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, പക്ഷേ നമ്മൾ നീഡിലിടുന്നതുകൊണ്ട് ആ ടെൻഡൻസി കുറവുണ്ടെന്നുള്ളത്. ഓക്കെ, സോ വളരെയേറെ എഫക്റ്റീവാണ് ഇങ്ങനെയുള്ള കേസസിൽ. പ്രത്യേകിച്ച് ആൽക്കഹോളിക്കും സ്മോക്കിംഗ് അഡിക്ഷനിൽ നല്ല മാറ്റം വരാണ്ട്. പക്ഷെ ആൽക്കഹോളിക്കിലാണ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. സോ ST29 ലൊക്കേഷൻ കാണിച്ചു തന്നിട്ടില്ല. ST25 എന്നുള്ളത് അംബ്ലിക്കസ് നിന്ന് അല്ലെങ്കിൽ മധ്യഭാഗത്ത് നിന്ന് 2 ചൂൺ ലാറ്ററലിലും ST25 4 ചൂൺ താഴെയാണ്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ പ്യൂബിക് ബോൺ ഉണ്ടല്ലോ, ആ ബോണിൻ്റെ അവിടുന്ന് 1 ചൂണ് മുകളിൽ. ഓക്കെ, ഇത്രയും ദിവസം നിങ്ങൾക്ക് കാണിച്ച PPTയിൽ ഈ ഒരു അപ്പ് ആരോവും 4 ചൂണും ഇത് മാത്രമാണ് ഞാനായിട്ട് ഇട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നെറ്റിൽ കിട്ടുന്ന ചിത്രങ്ങളൊക്കെ തന്നെ. ഈ ഒരെണ്ണം മാത്രം ഞാൻ ആ 4 ചൂൺ എന്നുള്ളത് അവിടെ ഇട്ട് വെച്ചു എന്ന് മാത്രം. ഓക്കെ, അടുത്തത് ST30 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, നമ്മുടെ അംബ്ലിക്കസിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 5 ചൂൺ ബിലോ ആണ്. ഓക്കെ, 2 ചൂൺ ലാറ്ററൽ സൈഡിലാണ്. ഓക്കെ, നമ്മുടെ പ്യൂബിക് ഏരിയയുടെ ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ലൊക്കേഷനാണ്. ക്രോസിംഗ് പോയിന്റ് ഓഫ് ദ സ്റ്റൊമക് മെറീഡിയൻ വിത്ത് ചോങ്മായി വെസൽസ്. അതായത് സ്റ്റൊമക് മെറീഡിയനും ചോങ്മായി എന്നുള്ളത് നമ്മുടെ 8 എക്സ്ട്രാ ഓർഡിനറി വെസൽസ് മെറീഡിയൻ ആണ്. ചോങ്മായി എന്നുള്ളത് ഇടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെറീഡിയൻ ആണ്. ബെൽറ്റ് വെസൽസ് എന്നും കൂടെ പേരുണ്ട് അതിന്. ഓക്കെ, അതേമാതിരി തന്നെ ഈ ഒരു ഏരിയനെ പോയിന്റ് ഓഫ് സീ ഓഫ് വാട്ടർ ആൻഡ് ഗ്രേ എന്ന് പറയും. ഡൈജഷൻ, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ് ഇത്. ഹെറിനിക്ക് വളരെ നല്ലതാണ്. മെൻസസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇറിറ്റേറ്റബിലിറ്റി, അതായത് ഇപ്പോൾ മെൻസസ് സൈക്കിൾ സമയത്ത് തന്നെ ഇറിറ്റേറ്റബിലിറ്റി ഒക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഈ പോയിന്റ് നല്ലതാണ്. ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതിന് മാറാൻ നല്ലതാണ് സെക്ഷൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ്. അതേമാതിരി തന്നെ സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ സ്വെല്ലിങ്ങോ മറ്റേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. റെഗുലേറ്റ്സ് ദ ലോവർ ജിയോ ആൻഡ് ദ ചോങ്മായി വെസൽ. അതേമാതിരി തന്നെ മറ്റേ ഈ എന്താ പറയുക, റണ്ണിങ് പിഗ്ലെറ്റ് ഞാൻ പറയാം കേട്ടോ, ഞാൻ മറന്നുപോയി പെട്ടെന്ന് അതിൻ്റെ ടെർമിനോളജി. അത് മാത്രം ഞാൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഇട്ട് തരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. 0.5 ചൂൺ ഇട്ടാൽ മതി, 1 ചൂൺ ഇടണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മളുടെ പ്യൂബിക് ഏരിയയുടെ തൊട്ട് മുകളിൽ വരുന്ന ആ സ്ഥലമാണ്. ഓക്കെ, സോ ഈ ഭാഗത്ത് ഡീപ്പ് ഇൻസെറ്റേഷൻ എന്തുകൊണ്ട് വേണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എന്താ പറയുക ഡീപ്പ് മസിൽസും അതേമാതിരി തന്നെ ബ്ലഡ് വെസൽസ് ഒക്കെ പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെ ഡീപ്പ് ഇൻസെറ്റേഷൻ വേണ്ട. 0.5 ചൂൺ ഇട്ടാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഈ പ്യൂബിക് ഏരിയയുടെ നമ്മുടെ ഈ സൈഡിൽ വരുന്ന എല്ലാ പോയിന്റ്സും വളരെ എഫക്റ്റീവായിട്ടുള്ള പോയിന്റുകളാണ്. അത് ക്ലയൻറ്റിനോട് ആ ഏരിയയിൽ നമ്മുടെ ലിവർ മെറീഡിയന്, ഗാൽ ബ്ലാഡർ മെറീഡിയന്, സ്റ്റൊമക് മെറീഡിയൻ, സ്പ്ലീൻ മെറീഡിയൻ, കിഡ്നി മെറീഡിയൻ. ഓക്കെ, ഇത് ഇത്രയും ഈ ഭാഗങ്ങളിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ അവരെ കൊണ്ട് തന്നെ പ്രഷർ ചെയ്തിട്ട് കൂടുതലുള്ള ഭാഗത്തിന് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പമ്പിങ് പ്രഷറോ റെഗുലറായിട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് എങ്ങനെയാ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസിന് ഇത് മാറ്റം ഉണ്ടാകും. ഓക്കെ, 1-2 ബുദ്ധിമുട്ടുകൾക്കല്ല,
ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. ചില തെറാപ്പികളിൽ ഈ സ്ഥലത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ അടുത്ത നമുക്ക് ലിവർ 12, ST31 ഇതൊക്കെ ഈ പോയിന്റ്സ് അതേമാതിരി തന്നെ നമ്മളുടെ ശരീരത്തിനകത്തുള്ള മസിൽസുകളെല്ലാം തന്നെ വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ വന്നിട്ട് ഒരു ഉഴിച്ചിലും മസാജും ഒക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമായിരുന്നു. കുറച്ച് പണക്കാരായിട്ടുള്ള ആളുകളാണ്, അന്ന് കാലത്തെ പണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ എല്ലാ കൊല്ലവും വന്നിട്ട് ഈ ഒരു അവർ ഈ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് കാലത്ത് നമുക്കതില്ല, കുറവാണ്. അതൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, സുഖചികിത്സയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ അധികം പോകുന്നില്ല. അങ്ങനെ നമ്മൾ ഇതിന് പൈസ കൊടുത്ത് പോകണമെന്നില്ല. പണ്ടൊക്കെ വന്നിട്ട് മറ്റേ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് വരാന്തയും അതേമാതിരി തന്നെ മറ്റേ ഒരു തിണ്ണയൊക്കെ ഉണ്ടാവും. ഒട്ടുമിക്ക വീടുകളിലും വയസ്സായ മുത്തശ്ശിമാർ ഇരുന്നിട്ട് അവരവരുടെ കാലിലെ മസിൽസുകളും മസിലേരിയൊക്കെയും എണ്ണയിട്ടിട്ട് അമർത്തുന്നതും മുഴിയുന്നതും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു പ്രായത്തിനുള്ളവർ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. പണ്ട് കാലത്ത് മുത്തശ്ശിമാർ വീടിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തിണ്ണയിലിരുന്നുകൊണ്ട് അവരുടെ തുടയിലത്തെ മസിൽസും കാഫ് മസിൽസും കൈ മസിൽസുകളൊക്കെ പ്രസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരൊന്ന് ഒഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ ഇന്ന് കാലത്ത് ഇതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റാഗ്നേഷൻസ് വളരെ കൂടുതലാണ്. ഓക്കെ. സോ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, സമയം കിട്ടുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ മസിൽസിനെ നിങ്ങൾ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്യുക. ഓക്കെ. പ്രസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പെയിൻ കൂടുതലുണ്ടെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ സമയം പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ തായി മസാജ് ചെയ്യുകയാണെങ്കിക്കോട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസാജ് സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊരു റിത്തമുണ്ട്. ഓക്കെ. അവർ നടക്കുന്നത് പോലും കാറ്റ് വാക്ക് അല്ലെങ്കിൽ ടൈഗർ വാക്ക്, എലിഫന്റ് വാക്ക് എന്നുള്ള പേരിലാണ് പറയാം. ഇതെല്ലാം തന്നെ നോർമലി നടക്കുന്ന സമയത്ത് വളരെ കാമായിട്ടാണ് നടക്കുക, വളരെ റിതമെറ്റിക് ആയിട്ടാണ്. അപ്പോൾ ഓരോ ഭാഗവും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദ എൻറ്റയർ വെയിറ്റ് അവിടെ പോയ ശേഷം വേണം അടുത്തത് എഴുതി വയ്ക്കാൻ. അല്ലാണ്ട് നമ്മൾ ഇന്ന് കാലത്ത് എല്ലാം തിരക്കാം. ആഹാരം കഴിക്കാനാണ് നമുക്ക് സമയമില്ല, വായിലിട്ടിട്ട് ചവച്ചരയ്ക്കാതെ മെഴുങ്ങുക. ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അറിയാതെ തന്നെ ഒറ്റ ഇറക്കത്തിന് ഇറക്കുക. എല്ലാം നമ്മൾ അങ്ങനെയാണ്, എല്ലാത്തിനും ഒരു ഹറിബറിയാണ്. എന്തിനാണ് ഈ ഹറിബറി എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. ഓക്കെ. നമ്മൾ എന്തിനാണ് ജീവിക്കണത് നമുക്കറിയില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല, നമ്മുടെ കടമകൾ എന്താണ് അതറിയില്ല, നമ്മുടെ അവകാശങ്ങൾ മാത്രം നമുക്കറിയാം, നമുക്ക് എന്തൊക്കെ കിട്ടണം എന്നുള്ളത് അറിയാം, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എല്ലാവർക്കും അവരവരുടെ കടമകൾ മാത്രം ബോധവാന്മാരാണ്, അവരുടെ എന്താ പറയുക, ഡ്യൂട്ടീസിനെ കുറിച്ച് ബോധവാന്മാരല്ല. ഓക്കെ. സോ നമ്മൾ ഈ മസിൽസിനെ എല്ലാത്തിനെയും തന്നെ ഒരു റിതമെറ്റിക് ആയിട്ട് പ്രഷർ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ എങ്ങനെ പറയാം. ഓക്കെ. ജസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ അടിച്ച് സ്പീഡിൽ പോകുന്നതിന് പകരം ഇതൊന്ന് നന്നായി അമർത്തുക, ഒന്ന് വിടുക, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നന്നായി അമർത്തുക, ഒന്ന് വിടുക, നന്നായി അമർത്തുക, ഒന്ന് വിടുക. ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കൂ. നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഈവൻ യു ആർ ഹെൽത്തി, ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ മസിൽസുകൾ എല്ലാം നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്, കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്, നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന, നിങ്ങൾ എവിടെയൊക്കെ മസിൽ ഏരിയ ഉണ്ടോ ആ മസിൽസിനെയൊക്കെ സ്ക്യൂസ് ചെയ്ത് വിട്ടു നോക്കൂ. ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒന്നും കൂടി കാണിക്കാമോ? കണ്ടില്ല. ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുക, അതിന് പകരം ഒന്ന് താളത്തിൽ ഒന്ന് പിടിക്കുക, ഒരു 1 2 3 കൗണ്ട് എടുക്കുക, വിടുക, എന്നിട്ട് അടുത്ത പോയിന്റ് എന്നിട്ട് അങ്ങനെ എല്ലാ മസിൽസ് ഏരിയയും, ഈവൻ കയ്യിലത്തെ, കാലിലത്തെ, ഷോൾഡറത്തെ, നമ്മുടെ തൈസിലത്തെ, കാഫില്, നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് രാവിലെയും വൈകുന്നേരമായിട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കും, എന്തൊക്കെ മാറ്റമുണ്ട്. ഇത് എനർജി ലെവലിൽ മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കുറേ കാശ് കൊടുത്ത് കുറേ ദിവസം ചെയ്ത് പിന്നെ റെസ്റ്റ് എടുക്കും, പിന്നെ ചെയ്യില്ല. അതിന് പകരം നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ റുട്ടീനായി ചെയ്ത് നോക്കൂ, നിറയെ മാറ്റങ്ങളുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങളുടെ എല്ലായിടത്തെയും മസിൽസിനെയും പ്രസ് ചെയ്യുക. രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യാം. ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 10 15 മിനിറ്റോ ചെയ്ത് നോക്കൂ. ഈ അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇന്ന് തൊട്ട് ചെയ്യുകയാണെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് പറയും മാറ്റം ഉണ്ടായോ ഇല്ലയോ. ഓക്കെ. നിങ്ങളെ ഒബ്സർവ് ചെയ്യാം. മസ്കുലർ അട്രോഫി, അതായത് മസിൽ വീക്ക്നെസ്, മസിൽസിലേക്ക് ആവശ്യത്തിനുള്ള മറ്റേ എന്താ പറയുക, ന്യൂട്രീഷ്യൻസ് പോകാതെ മസിൽസ് തളർന്നു പോവുക, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുക, ഉതിർന്നു പോവുക, പല ഭാഷയിൽ പലരും പറയാറുണ്ട്.
ആ ഇഷ്യൂസിന് ഇത് വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി തന്നെ വീക്ക്നെസ്, മസിൽ വീക്ക്നെസ്സിന് നല്ല പോയിന്റാണ്. കൈകളിലും കാലുകളിലും ഉണ്ടാവുന്ന നംനെസ്സും പെയിനും മാറാൻ നല്ലതാണ്. ഇതെല്ലാം തന്നെ മസിൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനാണ്. ഓക്കെ, അപ്പോപ്ലെക്സി, അതായത് ഏതെങ്കിലും ഒരു ഓർഗനിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കോ പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യുക, ബ്ലഡ് ഫ്ലോ കൂടുക, ബ്ലഡ് ഫ്ലോ കുറയുക. ഓക്കെ, അതിനാണ് അപ്പോപ്ലെക്സി എന്ന് പറയുക. പക്ഷാഘാതം പോലും ഹെമറേജ് കൊണ്ടുണ്ടാവുന്നതൊക്കെ ഇതാണ്. ഓക്കെ, അത് ഇന്റേണലി ചില ഓർഗനിലേക്കും സംഭവിക്കും. ഓഫൺ ഡ്യൂ ടു എ റെപ്യൂട്ടഡ് ബ്ലഡ് വെസൽ ഹെമിവീൽജിയ, പക്ഷാഘാതത്തിനോ അല്ലെങ്കിൽ ഈ ബ്ലഡ് വെസൽസിന്റെ തടസ്സങ്ങൾ കാരണമുണ്ടാകുന്ന ഇഷ്യൂസ് കൊണ്ടോ ഒരു ഓർഗനിലേക്ക് ബ്ലഡിന്റെ സർക്കുലേഷൻ കുറയുന്ന ഇഷ്യൂസ് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. അപ്പോൾ പക്ഷാഘാതം വന്നവർക്കും ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, ബൈസിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡീസിലെ മെറീഡിയന്റെ ഏരിയയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സ്റ്റമക്ക് മെറീഡിയൻ പോകുന്ന വഴിയിലൊക്കെ നമുക്കൊരു വേദനയുണ്ട്, അല്ലെങ്കിൽ ലങ് മെറീഡിയനൊക്കെ പോകുന്ന വഴിയിൽ വേദനയുണ്ട്. അങ്ങനെ ബൈസിൻഡ്രം ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോഡീസിലെ മെറീഡിയൻ പോകുന്ന ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വേദനകൾ എന്നുള്ള അർത്ഥത്തിലാണ്. വി സിൻഡ്രം, ഇത് നമ്മൾ TCMൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കും, ബൈസിൻഡ്രം, വി സിൻഡ്രം എന്നൊക്കെ. ഓക്കെ, ഇതിനകത്ത് നിന്നിട്ട് ലിംസിലും അതുമായിട്ട് മസിൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനെ വി സിൻഡ്രം എന്ന് പറയും. ഓക്കെ, അതേമാതിരി തന്നെ ലോവർ ബാക്കിൽ മുട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വേദനകൾക്കും തണുപ്പുകളും, ഇപ്പം നമ്മളുടെ സാധാരണ എന്താ പറയുക, ലോവർ ബാക്കിൽ ബാക്ക് സൈഡിൽ വന്നിട്ട് ഒരു ചെറിയ വാംനെസ് എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ തണുത്തുണ്ടാവാൻ പാടില്ല. അങ്ങനെ തണുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, മറ്റേ എസൻസിൽ എന്താ പറയുക, ഓവറായിട്ട് എന്താ പറയുക, അവിടെ എനർജി കുറവാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ലോവർ ബാക്കിൽ നമുക്ക് എപ്പോഴും ഒരു ചെറിയ വാംനെസ് ഉണ്ടാവണം. ഓക്കെ, ആ വാംനെസ് നിലനിർത്താനായിരിക്കാം ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇന്ത്യയിലെയും ഡ്രസ്സിങ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ, ട്രഡീഷണലായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് എപ്പോഴും ഒന്നിൽ കൂടുതൽ തുണി വെച്ചിട്ടാണ് സ്ത്രീകൾ കവർ ചെയ്യുക. ഓക്കെ, മേ ബി അത് വാമപ്പിന് വേണ്ടിയിട്ടായിരിക്കാം, അത് എനിക്കറിയില്ല, ഞാനൊരു അസംഷൻ പറയാണ്. നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിയുക. അവിടെ മറ്റേ ഡയറക്റ്റ് ആയിട്ടുള്ള തണുപ്പ് തട്ടാൻ പാടില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ കുളിക്കുന്ന സമയത്തൊക്കെ തട്ടും. ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എപ്പോഴും ഒരു വാംനെസ് കീപ്പ് ചെയ്ത് വെച്ചില്ല എങ്കിൽ, അവിടെ കോൾഡ്നെസ് ആണ് വരുന്നെങ്കിൽ നിങ്ങളുടെ ലോവർ ബാക്ക് വീക്ക്നെസ് പെട്ടെന്ന് ഉണ്ടാവും, നീക്കും വീക്ക്നെസ് ഉണ്ടാവും. സോ ഈ ഇഷ്യൂസിനൊക്കെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. മെറീഡിയൻ്റെ ഫ്രീ ഫ്ലോനെ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതേമാതിരി തന്നെ വിൻഡ് ഡാമ്പ് ക്ലീൻ ചെയ്യാൻ, ഡാമ്പ്നെസ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. വേദന മാറാനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. ലൊക്കേഷൻ എന്നുള്ളത് വന്നിട്ട് ST31 എന്നുള്ളത് നമ്മുടെ ബിബിക് ഏരിയയുടെ നേരെ പാരലായിട്ട് വരും, തുടർ ഭാഗത്ത്. ഓക്കെ, ബിബിക് ബോണിന്റെ ഫിനിഷ് ചെയ്യുന്ന ഭാഗത്ത്. ലൊക്കേഷൻ നോക്കുന്ന സമയത്ത്, ചിത്രം നോക്കുന്ന സമയത്ത് 2 വശങ്ങളായിട്ട് തോന്നും. അതിനകത്ത് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്ത് എടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നിട്ടുള്ള ചിത്രത്തിൽ ലൊക്കേഷൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഫെമൂറൽ ജോയിന്റ് വരുന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓൺ ദ ബോണിന്റെ ഏരിയയിൽ തന്നെയാണ്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ ST30, 31, ലിവർ 12, ഈ ഭാഗങ്ങളെല്ലാം തന്നെ അപ് ടു ST34 വരെയും നിങ്ങൾ പ്രസ് ചെയ്യൂ. പല സ്ഥലത്തും നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. ലാറ്ററൽ സൈഡിലും ഉണ്ടാവും, ഈ മീഡിയൽ സൈഡിലും ഉണ്ടാവും. നിങ്ങൾ മീഡിയൽ സൈഡിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ലാറ്ററൽ സൈഡ് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ മീഡിയൽ സൈഡ് ചെയ്താൽ തന്നെ നിറയെ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ ആണോ ഇതുവരെ പറഞ്ഞത്? സാർ കുറച്ച് വൈകിട്ടാ കയറി അല്ലേ? ഞാൻ ചെറിയൊരു തിരക്കിലായിരുന്നു സാർ. കുഴപ്പമില്ല, ഞാൻ ചോദിച്ചു മാത്രം, കാരണം ആദ്യം കണ്ടില്ല, അതുകൊണ്ടാ. ഇല്ല, ഞാനേ നാളെ നാട്ടിൽ സാർ തിരക്കുള്ള ആളാണെന്ന് അറിയാം, സോറി, എന്നാലും ഞാൻ ചോദിച്ചു. കാരണം ആ കൂടി 2 പേരാണ് പരമാവധി ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ സമയം കണ്ടെത്തിയത്. 2 3 പേരെ എനിക്ക് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാ. അപ്പൊ അതിന്റെ ചെറിയ തിരക്കും കാര്യമായി. അപ്പോഴേക്കും ഗസ്റ്റ് വന്നു, തുറക്കാം. അടുത്തത് ST32 എന്നുള്ളതാണ്. ഓൺ ദ ആന്റീരിയർ ആസ്പെക്ട്സ് ഓഫ് ദ തൈ ഓൺ ദ ലൈൻ കണക്ടിങ് ദ ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ആൻഡ് ദ ലോവർ ലാറ്ററൽ ബോർഡർ ഓഫ് ദ പട്ടല 6 june above the patella.
മുട്ടിന്റെ അവിടുന്ന് 6 ചൂൺ മുകളിലാണ്. ഓക്കെ, പട്ടേലയുടെ എവിടെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുട്ട് വന്നിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഓവൽ ഷേപ്പിലാണ്. മുകൾ ഭാഗം വീതി കൂടുതലും നമ്മൾ കളിക്കുന്ന പമ്പരൊക്കെ അല്ലേ ആ ഷേപ്പിൽ, അല്ലെങ്കിൽ ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ. അതിന്റെ എക്സ്റ്റീരിയർ, അതായത് ഏറ്റവും വീതി കൂടിയ ഭാഗത്തിന്റെ അവിടുന്ന് നേരിട്ട് നമ്മുടെ ഫെമുറൽ ജോയിന്റിന്റെ ആ പെൽവിക് ബോണിന്റെ അവിടേക്ക് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഈ എഡ്ജിൽ നിന്ന് 6 ചൂൺ മുകളിലാണ് ST32 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോവർ എക്സ്ട്രിമിറ്റീസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാലുകളാണ്, അപ്പർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ കൈകളാണ്. നമ്മൾ മെഡിക്കൽ ബുക്സുകളൊക്കെ വായിക്കുന്ന സമയത്ത് കൈ കാലെന്ന് അവർ വളരെ കുറച്ചാണ് ഉപയോഗിക്കുക, കൂടുതലും എക്സ്ട്രിമിറ്റീസ് എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, സോ കാലുകളിൽ ഉണ്ടാവുന്ന വീക്ക്നെസ്സും പാരാലിസിസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് വളരെ നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞു കോൾഡ്നെസ് ആൻഡ് പെയിൻ ഓഫ് ദ ലോവർ ബാക്ക് ആൻഡ് നീ. അത് ലോവർ ബാക്കിൽ ഉണ്ടാവുന്ന കോൾഡ്നെസ്സിനും പെയിനിനും മുട്ടിന്റെ വേദനയ്ക്കൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെറിഡിയൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും അതേമാതിരി തന്നെ മസിൽ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഇഷ്യൂസിനൊക്കെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. മെറിഡിയനെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഡാംപ്നെസ്സിനെ ക്ലിയർ ചെയ്യുന്നു, വേദന നിവാരണത്തിന് നല്ല ഉപയോഗമാണ്. കാലിലൊക്കെ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുട്ട് വേദനിക്കുന്ന സമയത്ത് നമ്മൾ ST33 അവിടെ ഒന്ന് പ്രസ് ചെയ്യും. ഇപ്പുറത്തെ SP10 അതേമാതിരി തന്നെ 4 വിരലും വെച്ചിട്ട് മറ്റേ നമ്മുടെ മുട്ടിന്റെ ലാറ്ററൽ സൈഡിലും പ്രസ് ചെയ്യും. ഓക്കെ, അതേമാതിരി അതിന്റെ കുറച്ചുകൂടെ മുകളിൽ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻ കിട്ടും. നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന പോലെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് അടുത്ത ആഴ്ച മറക്കാതെ പറയാം ഞാൻ മറന്നാലും. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ST33 32 അല്ലേ പറഞ്ഞ, സോറി 6 ചൂൺ മുകളിൽ ST32. ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ST30 വിത്ത് GB11 നമ്മുടെ അസോസ്പേമിയൊക്കെ ഏറ്റവും നല്ല ഒരു പോയിന്റ് അല്ലേ? രണ്ട് ST30 ക്ലാസ് ഞാൻ പൂർണ്ണമായി കേട്ടില്ല, പലരും പോയപ്പോഴേ. ST30 നമ്മുടെ ഇൻഫെർട്ടിലിറ്റി വിഷയമായിട്ട് അസോസ്പേമിയ ആൻഡ് ഒലിഗോസ്പേമിയ ഈ രണ്ടിനും നല്ല പോയിന്റ് അല്ല അത് വന്നിട്ട് ജനനേന്ദ്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസസ് സൈക്കിൾ റിലേറ്റഡ് ആയിട്ട്, ജെൻസിന് ഇമ്പോർട്ടൻസും ആയിട്ട് ഉള്ളതിന് എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, പേയ്മെന്റ് അളവ് ഇല്ലാത്തതിനെ തീരെ എല്ലാത്തിനും ഉപയോഗിക്കാം. ഈ പോയിന്റ് ഉപയോഗിക്കാം, ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ST28 നല്ലതാണ്. അതേമാതിരി ST27, അതിൻ്റെ ഒപ്പം ST27 കൂടെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ST33 ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ കാൽമുട്ടിലെ മറ്റേ മുട്ടിന്റെ ചിരട്ട എന്ന് പറയും, അതിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് നിന്ന് ആ ചിരട്ടയുടെ അറ്റത്ത് നിന്ന് 3 ചൂൺ മുകളിലായിട്ട് വരുന്നതാണ് ലോവർ എക്സ്ട്രിമിറ്റീസിന്റെ കോൾഡ്നെസ് ആൻഡ് പെയിൻ. അതായത് കോൾഡ്നെസ്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണ പരിപാടിയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു കോൾഡ്നെസ് മാറാനാണ്, അല്ലെങ്കിൽ കോൾഡ്നെസ്സിന്റെ പെയിൻ മാറാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫണ്ടമെന്റലി നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് സപ്പോർട്ട് സർക്കുലേഷൻ ഓഫ് chi ആൻഡ് ബ്ലഡ്. ക്ലിയർ ആയോ? അപ്പൊ അത് തന്നെയാണ് ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നടക്കുന്നതും ഇതേ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശരീരം സ്വമേധയാ ക്ലിയർ ചെയ്തോളും. ഓക്കെ, അതേമാതിരി തന്നെ ബൈ സിൻഡ്രം, വി സിൻഡ്രം, അതേമാതിരി തന്നെ ലോവർ എക്സ്ട്രിമിറ്റീസിന്റെ മൂവ്മെന്റ് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഈ പോയിന്റ് നല്ലതാണ്. ഹെർണിയക്ക് നല്ലതാണ് ഈ പോയിന്റ്. ഡിസ്റ്റലായിട്ട് വർക്ക് ചെയ്യും. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ആൻഡ് പെയിനിനും നല്ല പോയിന്റ്സ് ആണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, കാരണം അടുത്തടുത്തുള്ളത് 36ന്റെ ഏകദേശം എല്ലാ ഇഷ്യൂസും നമുക്ക് 33നും ഉപയോഗിക്കാൻ പറ്റും. ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ST34 ആണ്. ST34 എന്ന് പറയുന്നത് സി ക്ലെഫ്റ്റ് പോയിന്റും കൂടെയാണ്. ഓക്കെ, വെൻ ദ നീ ഈസ് ഫ്ലെക്സ്ഡ്, കാൽമുട്ട് മടക്കുന്ന സമയത്ത് ഓൺ ദ ആൻറ്റീരിയർ ആസ്പെക്ട്സ് ഓഫ് ദ തൈ on the line connecting the anterior superior iliac spine and the lower
ലാറ്ററൽ ബോർഡർ ഓഫ് ദ പട്ടല. നമ്മൾ ഇത്ര നേരം പട്ടലയുടെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതിന് പകരം താഴേക്ക് 2 ചൂൺ എബോവ് ദ പട്ടേല, 2 ചൂൺ എബോവ് ദ പട്ടേലയിൽ നിന്നും 2 ചൂൺ മുകളിൽ. മറ്റേ ST33 3 ചൂൺ മുകളിലായിരുന്നു. ഇത് സ്റ്റൊമക്കിന്റെ സി ക്ലെഫ്റ്റ് പോയിന്റും കൂടെയാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിൻ ക്രോണിക്കൽ കേസിനല്ല, അക്യൂട്ട് കേസസിന് ഗ്യാസ്ട്രിക്സ് പെയിൻ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. ഗ്യാസ്ട്രിക്സ് പെയിൻ വയറിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. എവിടെ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് പെയിൻ ആയിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ അതിനൊക്കെ ഈ ST34 ഉപയോഗിക്കാം. അതേമാതിരി തന്നെ അക്യൂട്ട് കേസസിൽ ഉണ്ടാവുന്ന നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസിനും പെയിനിനും ഒക്കെ ഈ പോയിന്റ് നല്ലതാണ്. മുട്ടിൻ്റെ ഇഷ്യൂസ്, അത് സ്വെല്ലിംഗ് ആണെങ്കിലും ശരി, പെയിൻ ആണെങ്കിലും ശരി, മറ്റേ മൂവ്മെൻറ്റ്, അതായത് മുട്ടിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാത്തിനും ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ പാരാലിസിസ് ഒക്കെ വന്നിട്ട് കാലുകൾക്ക് ഉണ്ടാവുന്ന മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസിന് ഈ പോയിന്റ് നല്ലതാണ്. ഇത് സ്റ്റൊമക്കിനെ ഹാർമോണൈസ് ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി റിബലസ് ചീനെ കുറയ്ക്കുന്നു. നമ്മൾ അപ്പോഴേ ഇതിനു മുമ്പ് ഞാൻ ഒരു വാക്ക് പറഞ്ഞ അല്ലേ, വിടാനാണ് മറ്റേ, അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, റിബലസ് ചീ, അതായത് റിബലസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നടക്കുന്നതിന് വിപരീതമായിട്ട് എല്ലാവരോടും ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുമെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം റൈറ്റ് സൈഡിൽ കൂടെ ഞാൻ പോവുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം റിബല്ലസ് ആണ്, അല്ലേ? സോ അതേമാതിരി തന്നെ ആഹാരം കഴിച്ച് അകത്തേക്ക് പോകുന്നതിന് പകരം പുറത്തേക്ക് വരുന്നതാണ് വോമിറ്റിംഗ്, അതും റിബല്ലസ് ചീയാണ്. ഈ ചീനെ കൺട്രോൾ ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതേമാതിരി തന്നെ വേദനാ സംഹാരിയായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് അക്യൂട്ട് കേസസിലുള്ള ഈ വേദനകളെ കുറയാൻ വളരെ നല്ല പോയിന്റാണ്. ലൊക്കേഷൻ നമ്മളുടെ ST33 1 ചൂൺ മുകളിലാണ്. മുകളിൽ നിന്നല്ല, താഴെ. ST33 1 ചൂൺ താഴെ വരുന്ന പോയിന്റാണ്. ST35. ഓക്കെ, അത് ഇതേപോലെ തന്നെ കാലൊന്ന് മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ പോയിന്റ് ഈസ് അറ്റ് ദ നീ ബിലോ ദ പട്ടേല ഇൻ ദ ഡിപ്രഷൻ ലാറ്റർ ടു ദ പട്ടേല ലിഗമെന്റ്. അതായത് നമ്മുടെ അതൊരു ചെറിയൊരു ഓവൽ ഷേപ്പ് പോലെയാണ് പറഞ്ഞു, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഷേപ്പ് പോലെയാണെന്ന് പറഞ്ഞു. അതിന്റെ താഴെയായിട്ട് വരുന്ന പോയിന്റാണ് ഈ പട്ടേലയുടെ ഇത്. ഇതും ഇതേമാതിരി തന്നെ മുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് ദ നീ എന്ന് പറയുന്നത് മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ്, അല്ലെ നീനെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇത് മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, പെയിനിനെ ക്ലിയർ ചെയ്യുന്നു, ഡാംപ്നെസ്സിനെ വിൻഡിനെയും ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു, സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ കുറയാൻ ഉപയോഗിക്കുന്നു. ST35. ഓക്കെ, ഇവിടെ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, പട്ടേലയുടെ തൊട്ട് താഴെ. ആക്ച്വലി ഈ ST35 തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് പട്ടേലയുടെ തൊട്ട് താഴെ തന്നെ വേറെ 3 പോയിന്റുകളുണ്ട്. ഒന്ന്, സെൻട്രലിൽ തന്നെ പട്ടേല കഴിഞ്ഞ ഉടനെ ബോൺ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മുട്ടിലൊന്ന് തൊട്ട് നോക്കുക. ഓക്കെ, നമ്മുടെ തേങ്ങയുടെ ചിരട്ടയിൽ ഉണ്ടാകുന്ന കുഴി പോലെ 3 എണ്ണം കാണും. ഓക്കെ, അതിലത്തെ 2 എണ്ണം എക്സ്ട്രാ പോയിന്റ് ആണ്. അതേമാതിരി തന്നെ മേലെ ഒരു ഹെഡിങ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റും ഉണ്ട്. ഈ ഹെഡിങ് എന്നുള്ളതും എക്സ്ട്രാ പോയിന്റ്സ് ആണ്. നീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ പോയിന്റിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് പിന്നെയും പറയും. പക്ഷെ നീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെയിൻ വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള പോയിന്റ് ഒന്നും ഉപയോഗിച്ചില്ലയോ കുഴപ്പമില്ല. പക്ഷേ ഈ 4 പോയിന്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ മൂവ്മെന്റ്, അതായത് നമ്മുടെ ഈ ചിരട്ട വേദനിക്കുക എന്ന് പറയും. അതായത് കാല് ഫുള്ളായിട്ട് ചലിപ്പിക്കാൻ പറ്റാണ്ടിരിക്കുക, നീനെ. ആ ഇഷ്യൂസിന് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് നമുക്ക് ഇത് എഫക്റ്റ് കിട്ടുന്ന ഒരു പോയിന്റാണ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റിമുലേറ്റർ ഉണ്ടെങ്കിൽ സ്റ്റിമുലേറ്ററും ഉപയോഗിക്കാം. ക്ലിയർ ആണോ? ST35 ആണ് ലാറ്ററൽ സൈഡിലുള്ളത്. ഇനിയൊന്ന് നമ്മുടെ മീഡിയൽ സൈഡിലും, പിന്നെ ഒന്ന് ശരീരത്തിന്റെ മീഡിയലായിട്ടും വരുന്നത്. അപ്പോൾ ആ 3 പോയിന്റും മുകളിലുള്ള പോയിന്റ് അതേമാതിരി തന്നെ ഈ പട്ടേലയുടെ നേരെ മുകളിൽ അവിടെയും ഒരു ചെറിയ കുഴിയാണ്. ശരിക്കും നമ്മൾ കാലിൽ നിന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം നമ്മുടെ നീയും നമ്മുടെ ചിരട്ടയുടെ മുകളിൽ വരുന്ന സ്ഥലം. 2 സൈഡിലും മസിൽസ് ഉണ്ടാവും, നടുവിൽ ചെറിയൊരു കുഴി നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും.
അവിടെ തൊട്ട് വരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ എങ്ങനെയാണോ കയ്യിൽ TW10 എടുക്കുന്നത് അതേമാതിരി തന്നെ എടുക്കാൻ പറ്റുന്ന പോയിന്റാണ് ഈ ഹെഡിങ് എന്ന് പറയുന്ന സാധനം, ഹീഡിങ് എന്ന് പറയുന്ന സാധനം. അതേമാതിരി തന്നെ ഈ 4 പോയിന്റ് ഇട്ടാൽ തന്നെ നീ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് വളരെയേറെ മാറ്റം ഉണ്ടാവും. ഓക്കെ, പിന്നെ ST36 നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പോയിന്റ് എന്ന് നമുക്ക് പറയാം. അതായത് എങ്ങനെയാണ് DU20 LI4 ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഏതൊരു ഇഷ്യൂസ് വരികയാണെങ്കിലും അത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഡൈജഷൻ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആവും, ഏത് അസുഖം എടുത്താലും. അങ്ങനെ ST36 വന്നിട്ട് ഇതിന് ഈ 3 miles എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് പേര് വരാൻ മാത്രമല്ല കാരണമായത് ഷിയാറ്റ്സു മസാജിന്റെ ടെക്നിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ച ഒരു ലൊക്കേഷനാണ് ഈ ST36. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. ഓക്കെ, ST36 നിങ്ങൾക്ക് അറിയാലോ, ഈ പട്ടലയുടെ അവിടുന്ന് 3 ചൂൺ താഴെയാണ്. ഓക്കെ, മധ്യഭാഗത്ത് നിന്നും ഒരു ഫിംഗർ വിഡ്ത്ത് ലാറ്ററൽ ആയിട്ട് വരുന്ന പോയിന്റാണ്. ഓക്കെ, ST35 3 ചൂൺ എടുത്താലും കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 3 ചൂൺ ആ കുഴിയിൽ കാൽമുട്ട് ചിരട്ട ഫിനിഷ് ചെയ്യുന്ന അവിടുന്ന് ആ ഒരു കുഴി കാണാം. അവിടെ നിന്ന് നിങ്ങൾക്ക് 4 ഫിംഗർ വിഡ്ത്ത് താഴെയും 1 ഫിംഗർ വിഡ്ത്ത് ലാറ്ററൽ സൈഡിലുമായിട്ട് വരുന്ന പോയിന്റാണ് ST36. ഇതൊരു ഹീസി പോയിന്റ് ആണ്. സ്റ്റൊമക് മെറീഡിയന്റെ യാങ് ആയതുകൊണ്ട് ഇത് എർത്ത് പോയിന്റ് ആണ്. അബ്ഡമന്റെ മാസ്റ്റർ പോയിന്റ് അല്ലെങ്കിൽ കമാൻഡിങ് പോയിന്റ് എന്ന് പറയാം. സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാം. ഓക്കെ, അതേമാതിരി തന്നെ വേറെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഇതേ പോയിന്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പോയിന്റ് ഓഫ് സീ ഓഫ് വാട്ടർ ആൻഡ് ഗ്രെയിൻ. അപ്പോൾ നമ്മുടെ ഡൈജഷൻ സിസ്റ്റമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പോയിന്റ് നമുക്ക് ഇൻഡിക്കേഷൻസ് എഴുതുകയാണെങ്കിൽ ശരിക്കും കുറേ എഴുതിയിട്ട് പോവാം. പക്ഷെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാത്തിനും എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു പോയിന്റാണ്. വേറെ ഏത് പോയിന്റ് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഈ പോയിന്റും കൂടെ ചേർന്ന് ഉപയോഗിക്കാം. വൊമിറ്റിങ്ങിനായിക്കോട്ടെ, ഗാസ്ട്രിക് പെയിൻ ആയിക്കോട്ടെ, ആഹാരം കഴിക്കുമ്പോൾ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഡൈസ്ഫേഗിയ, അബ്ഡമൽ ഡിസ്റ്റൻസസ്, വയറ്റിനകത്തുണ്ടാകുന്ന ശബ്ദം, ഡയേറിയ, ഇൻഡൈജഷൻ, മ്യൂക്കസ് മോഷനിലൂടെ പോവുക അല്ലെങ്കിൽ ബ്ലഡ് പോവുക, കോൺസ്റ്റിപ്പേഷൻ, അബ്ഡമൻ പെയിന്, മറ്റേ ബ്രസ്റ്റിലുണ്ടാവുന്ന പെയിന്. അതേമാതിരി തന്നെ എത്ര തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും ആളുകൾ ലീനായിട്ടുണ്ടാവും. ജനറൽ ഡെഫിഷ്യൻസി ഉണ്ട്, പോഷകാഹാര കുറവ് എന്ന് നമുക്ക് പെട്ടെന്ന് ഇത് പറയുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഓർമ്മ വരിക നമ്മുടെ ആഫ്രിക്കയിലുള്ള കുട്ടികളുടെ അറിയില്ലേ, മാൽ ന്യൂട്രീഷൻ്റെ ഇഷ്യൂസ്. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് ശരീരം അത് വലിച്ചെടുക്കുന്നില്ല, ആവശ്യത്തിനുള്ള സാധനങ്ങൾ വലിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ തടി വെക്കാൻ ഈ പോയിന്റ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ശരിക്കും സ്റ്റൊമക്കൊക്കെ കുറയാൻ ഉപയോഗിക്കുന്ന സമയത്തും ST36 ഒരു കോമൺ പോയിന്റ് ആണ്. അതേമാതിരി തന്നെ പാൽപിറ്റേഷൻസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, പ്രത്യേകിച്ച് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതായത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ദീർഘനിശ്വാസം എടുത്തു വിട്ടാൽ മാത്രമേ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ അകത്തേക്ക് കയറുന്നുണ്ടാവുള്ളൂ. വെറുതെ ഇരിക്കുമ്പോൾ ചിലവർ ചെയ്യും, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഓക്കെ, അതേമാതിരി തന്നെ പുവർ അപ്റ്റിറ്റേറ്റ്, വിശപ്പില്ലായ്മ, അതേമാതിരി തന്നെ ലാക്ക് ഓഫ് എനർജി, ഡിസിനസ്, ഇൻസോമേനിയ, ഇതിനെല്ലാം ഉപയോഗിക്കാം. ഉറക്കക്കുറവിനൊക്കെ തന്നെ ഉപയോഗിക്കാം. ഇൻസോമേനിയക്ക് കുറേ പോയിന്റുകൾ വരും. അപ്പോൾ അത് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ST36 കുറച്ചുകൂടി നല്ലതാണ്. അതല്ലാതെ മറ്റേ ലിവറിലെ ഹീറ്റ് കാരണമാണെങ്കിൽ അപ്പോൾ വേറെ പോയിന്റ്സ്, അതാണ് നല്ലത്. ഇൻസോമേനിയക്ക് മാത്രം നമ്മൾ ഒന്നിൽ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. അതേമാതിരി ഇൻസോമേനിയ ഉള്ള ആളുകളിൽ ഒന്ന് വൈകുന്നേരങ്ങളിൽ തലയൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിറയൊരു മാറ്റം വരാറുണ്ട്, എനർജി ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അതേമാതിരി തന്നെ കഫ് ആൻഡ് ആസ്മയ്ക്ക് നല്ല പോയിന്റാണ്. പെയിനിൻ്റെ നീ ജോയിന്റിന് നല്ലതാണ്. നമ്മൾ പറഞ്ഞല്ലോ അപ്പോപ്ലെക്സി, സഡൻ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ അത് ലാക്ക്, ഈ രണ്ടിനും അത് ഉപയോഗിക്കാം. ഹെമിപീൽജിയയ്ക്ക് ഉപയോഗിക്കാം. B1 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ബെരിബെരി എന്നുള്ള അസുഖത്തിന് നല്ലതാണ്. എഡിമയ്ക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ മാനസികമായിട്ട് ഡിപ്രസീവ് ആവാം. ഓക്കെ, കാരണങ്ങളില്ലാതെ ഡിപ്രസീവ് ആവുക, പ്രത്യേകിച്ച് വന്നിട്ട് ഈ വെളുത്തുവാവ് സമയത്ത്, കറുത്തവാവ് സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മളിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതിൽ ഒരുപാട് പേർക്ക് ആ സമയത്ത് മൂഡ് സ്വിങ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ മൂഡ് സ്വിങ് ഒക്കെ ഉണ്ടെങ്കിൽ ST36 നല്ല പോയിന്റാണ്. മറ്റേ മൂഡ് സ്വിങ് മാത്രമല്ല, മാനസികമായിട്ടുള്ള തലങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ
നിങ്ങൾ അത് പ്രത്യേകിച്ച് ഈ മൂൺ ഫേസ് സമയത്ത് ഉണ്ടാവുന്നതിനൊക്കെ തന്നെ ഈ ST36 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോയിന്റും കൂടിയാണ്. ഓക്കെ, ടോണിഫൈസ് chi and blood, ഹാർമണൈസ് ദ സ്ട്രെങ്തൻസ് ആൻഡ് സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്ക്. സ്പ്ലീനിനെയും സ്റ്റൊമക്കിനെയും ഹാർമണൈസ് ചെയ്യുന്നു, അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ബ്ലഡ് ആൻഡ് chi സർക്കുലേഷനെ മൂവ് ഇൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബോഡീനെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. വി ചീനെ സപ്പോർട്ട് ചെയ്യും, യാങ്ങിനെ റൈസ് ചെയ്യും, ഷെന്നിനെ കാം ചെയ്യും, ആക്ടിവേറ്റ് ദ മെറീഡിയൻ, സ്റ്റോപ്സ് ദ പെയിൻ. ഓക്കെ, കാരണം സ്റ്റൊമക്കിൻ്റെ ഒറ്റമൂലി പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പൊതുവേ വന്നിട്ട് പല ആൾക്കാർക്കും ചില കോമൺ ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ചിലവർ ഏത് ക്ലയൻറ്റ് വന്നാലും DE20 ഇടും. ഞാനും ആൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ചിലവർ LI4 ആയിരിക്കും ഉപയോഗിക്കുക. അതേമാതിരി തന്നെ മറ്റേ നമ്മുടെ എന്താ പറയുക, ഫസലുർ റഹ്മാൻ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം SP5നെയാണ് പറയുക. ഓക്കെ, സോ ST36 അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ പോയിന്റുകളിലെ ഒന്നാണ് ST36 എന്നുള്ളത്. ഇന്ന് കാലഘട്ടങ്ങളിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് അസുഖം പറഞ്ഞിട്ട് വന്നാലും ST36 ഇടാം. കഴിയുന്നതും 1 ചൂണിൽ കൂടുതൽ ഇടാൻ ശ്രമിക്കുക. 1 ചൂണെങ്കിലും ഇടാൻ ശ്രമിക്കുക. 1.5 2 ചൂൺ ഇട്ടാലും കുഴപ്പമില്ല, 1.5 എങ്കിലും ഇടാൻ ശ്രമിക്കുക. ഡീപ്പ് നീഡലിങ് അവിടെ ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൈയെടുത്തോളുക. ഓക്കെ, ആക്ച്വലി വന്നിട്ട് നമുക്ക് ഡെബ്ചി ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. നീഡിൽ ചെയ്യുന്ന സമയത്ത് ചൈനയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീഡിലിനെ ഒരു മറ്റേ നമ്മുടെ തൈരൊക്കെ കടയുന്നത് പോലെ ഒരു ഹാഫ്, അതായത് 90 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കും. ഒരേ സൈഡിലേക്കല്ല. തൈര് കടയും അങ്ങനെയാണല്ലോ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, ഒന്ന് അങ്ങോട്ടും ഇന്ന് ഇങ്ങോട്ടും, അങ്ങനെ നീഡിലിനെ തിരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പതുക്കെ അവർ ഇറക്കുന്നുണ്ടാവും. അതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെബ്ചി ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. എങ്ങനെയാണോ പാലാഴി മദനം കടഞ്ഞിട്ട് അതിനകത്ത് നിന്ന് അമൃത് കിട്ടി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ തൈര് കടഞ്ഞ് വെണ്ണ എടുത്തു എന്ന് പറയുന്നത് പോലെ, അവിടെ നിന്ന് ഒരു ചെറിയൊരു ഷോക്ക് ജനറേറ്റഡ് ആവും. ഷോക്ക് പോലെ തന്നെ. ഓക്കെ, അതിൽ മോഡേൺ മെഡിസിൻ പറയുന്നത് അത് വെയിനിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ്, നെർവിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ TCM ക്രിയേറ്റ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്ന പറയും. അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൈ ചെയ്യണം. നീഡിലിടുന്ന സമയത്ത് ആ ഷോക്ക് ജനറേഷൻ വരാൻ ഒരു കുറച്ച് നേരം, ഒരു 1-2 പ്രാവശ്യമെങ്കിലും നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ST36 ലൊക്കേഷൻ മനസ്സിലാവുണ്ടാവും. കാൽമുട്ടിൻ്റെ ചിരട്ട ഫിനിഷ് ചെയ്ത് അവിടുന്ന് ആ ജോയിന്റിൽ നിന്ന് 3 ചൂൺ താഴെയും 1 ഫിംഗർ വിഡ്ത്ത്, 1 ചൂണല്ല 1 ഫിംഗർ വിഡ്ത്ത് ലാറ്ററലും വരുന്നതാണ് ST36 എന്നുള്ള പോയിന്റ്. ബാക്കിയുള്ള പോയിന്റ്, ഇതെല്ലാം ശേഷമുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ? ഹലോ, ആരും ഇല്ലേ? പഠിച്ചിട്ടുണ്ടാവും. അതെ, ചിലപ്പോൾ നമുക്കൊന്ന് ഓട്ടിച്ച് പോകാം. ഇപ്പൊ സമയം 9 മണിയായി. എന്നാലും ഇന്ന് പറ്റുമെങ്കിൽ സ്റ്റൊമക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്കാം. മറ്റേതൊക്കെ നിങ്ങൾ പഠിച്ചതൊക്കെ വന്നാൽ ഞാൻ എസ്കേപ്പ് ആവാം. ഓക്കെ, അതായത് നമ്മൾ ഓൺ ദ ആൻറ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ലോവർ ലെഗ് 6 ചൂൺ ബിലോ ST35. അതായത് ST36 നിന്ന് 3 ചൂൺ താഴെ നേരിട്ട്. ഓക്കെ, ലോവർ ഹീസി പോയിന്റ് ഓഫ് ദ ലാർജ് ഇൻഡസ്ട്രിയൻ മെറീഡിയൻ, പോയിന്റ് ഓഫ് ദ സീ ഓഫ് ബ്ലഡ്, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ST37. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബ്ലഡുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേമാതിരി അപ്പൻഡിക്സിന് വളരെ നല്ല പോയിന്റാണ് ST37 എന്നുള്ളത്. നിങ്ങൾ സിവിയർ ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ചെറിയ അപ്പൻഡിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ST37. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നീഡിൽ ചെയ്യാം, മാറ്റം ഉണ്ടാവും. അബ്ഡമൻ പെയിനിൽ നല്ലതാണ്, ഇൻഡസ്ട്രിയൻ ഉണ്ടാകുന്ന ശബ്ദത്തിന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷനും ഡയേറിയയ്ക്ക് നല്ല പോയിന്റാണ്, മസിൽ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂസും വീക്ക്നെസ്സിനും നല്ലതാണ്, ലോവർ എക്സ്ട്രീമിറ്റീസിൽ ഉണ്ടാകുന്ന നംനെസ്സും പെയിൻ മാറാനും നല്ലതാണ്. അതേമാതിരി തന്നെ വിറ്റാമിൻ B1 കൊണ്ടുള്ള ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. ഇൻഡസ്ട്രിയനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ സ്റ്റൊമക്കിന് സ്പ്ലീനിനെയും സപ്പോർട്ട് ചെയ്യുന്നു. ഡാംപ്നെസ്, പ്രത്യേകിച്ച് നമ്മൾ ഇതിനു മുമ്പ് കോൾഡാണ് പറഞ്ഞത്, ഇവിടെ ഹീറ്റിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. അതേമാതിരി തന്നെ ഡിസെൻട്രിയും ഡയേറിയയ്ക്കും വളരെ നല്ലതാണ്. വേദന നിവാരണം, ഇപ്പോൾ അപ്പൻഡിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിനും മറ്റൊക്കെ മാറാനും കാലുകളിലെ വേദനയൊക്കെ മാറാനും ഈ ST37 വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ചില ആളുകൾക്ക് നടന്നു കഴിയുന്ന സമയത്ത് മുട്ടിനും ഈ ആംഗിളിനും ഇടയിലുള്ള ഭാഗത്ത് പെയിൻ വരും. അങ്ങനെയുള്ളവർക്കൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ST37 ഉപയോഗിക്കാം. ഓക്കെ,
സാർ ST37 എക്സ്ട്രാ 33 ഉള്ളത് ഈ അപ്പൻഡിക്സിന് എക്സ്ട്രാ 33 ഉണ്ടല്ലോ, അതെ, അത് എക്സ്ട്രാ ST37 അടുത്ത് തന്നെ ഉള്ളത്. നമ്മളെ ഈ അപ്പൻഡിക്സിനെ അയാൾക്ക് അപ്പൻഡിക്സ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാനോ അതിനെ പോയിന്റാണ് എക്സ്ട്രാ 33 എന്നുള്ളത്. ആ പോയിന്റും ഈ പോയിന്റിന് ഏകദേശം സ്ഥാനം ഒന്നും തന്നെയല്ലേ? ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് കേട്ടോ. എക്സ്ട്രാ പോയിന്റ് വരുന്നത് ഇതിന്റെ തൊട്ടടുത്താണ് വരിക, കുറച്ചുകൂടി ഒരു ഫിംഗർ വിഡ്ത്തും കൂടി ഇങ്ങോട്ട് മാറിയിട്ടല്ലേ അത്. ഏകദേശം ഇത് ചാനലിൽ തന്നെയാണ് വരുന്നത്. ചെറിയൊരു പോയിന്റ്, ഒരു 0.1 വ്യത്യാസം ഉണ്ടാവുള്ളൂ തോന്നുന്നത്. ഒരു മറ്റേ നമുക്ക് ആ എക്സ്ട്രാ പോയിന്റ് വരുമ്പോൾ പറയാം. പക്ഷെ ആ നമ്പർ ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല, അത് ഓരോരുത്തരും ഓരോ നമ്പറിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ST37 പ്രസ് ചെയ്തിട്ട് പെയിൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിർബന്ധമായിട്ട് അപ്പൻഡിക്സ് ഉണ്ടാവണം എന്നില്ല. പക്ഷെ അപ്പൻഡിക്സിൽ ഇഷ്യൂസ് ഉള്ളവർക്ക് ഇവിടെ എന്തായാലും പെയിനും ഉണ്ടാവും. ST37 അതേമാതിരിയുള്ള പോയിന്റ് ലൊക്കേഷൻ തന്നെയാണ്. ഓക്കെ, മറ്റേത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ST37 നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഫിംഗർ വിഡ്ത്തെങ്കിലും മാറിയിട്ടാണ് എക്സ്ട്രാ പോയിന്റ് ഉള്ളത്. നമുക്ക് ആ ലൊക്കേഷൻ വരുമ്പോൾ നോക്കാം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കാരണം ഞാനിപ്പോൾ അക്യുപഞ്ചറൊക്കെ മറന്നുകൊണ്ടിരിക്കുകയാണ്, പേഷ്യൻസിനെ എടുക്കാത്തതുകൊണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴേ ഇല്ല സർ, ഞാൻ ആക്ച്വലി വന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതെല്ലാം തന്നെ ഇപ്പം നിങ്ങളുടെ ഈ ബാച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇതും ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. എനിക്ക് പേഴ്സണലായിട്ട് വേറെ കുറേ തിരക്കുകൾ ഉള്ളതുകൊണ്ടേ എനിക്കിതിനകത്തേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം തീരെ ഇല്ല. അതുകൊണ്ടാണ് ആൾറെഡി ഞാൻ കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് എനിക്കിതിനകത്ത് നിന്ന് വിട്ട് മാറേണ്ട ഒരു സ്ഥിതി. ഇപ്പം 2 ബാച്ച് പോകുന്നുണ്ട്. ആ നിങ്ങളുടെ ബാച്ച് കഴിയണ മുമ്പ് മറ്റേ ബാച്ചിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു ഫാക്കൽറ്റി റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതും സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്ലാനാണ്. എനിക്ക് വിചാരിച്ചതുപോലെ കുറേ കാലം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓൺ ദ ആൻറ്റീരിയർ ആസ്പെക്ട്സ് ഓഫ് ദ ലോവർ ലെഗ് 8 ചൂൺ ബിലോ ST35. ST35 നിന്ന് 8 ചൂൺ താഴെ, അല്ലെങ്കിൽ ST37 നിന്നും 2 ചൂൺ താഴെ. ഓൺ ദ 1 ഫിംഗർ വിഡ്ത്ത് ഫ്രം ദ ആൻറ്റീരിയർ ക്രസ്റ്റ് ഓഫ് ദ ടിബിയ. അതായത് ST37 നിന്നും 2 ചൂൺ താഴെ, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, കോൾഡ്നെസ്, പെയിൻ ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ഷോൾഡർ. ഷോൾഡറിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്റ്റൽ പോയിന്റ് ആണ് ഈ പോയിന്റ്. ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് ST38 എന്നുള്ളത്. അതേമാതിരി തന്നെ എക്സ്ട്രിമിറ്റീസിൽ, ലോവർ എക്സ്ട്രിമിറ്റീസിൽ ഉണ്ടാവുന്ന മസ്കുലർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും വീക്ക്നെസ്സിനും പെയിനിനും എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ കാലിൽ വീക്കം ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ കാലുകളിൽ ഈ കോച്ചിപ്പിടുത്തം എന്ന് പറയില്ലേ, സ്പാസം ഉണ്ടെങ്കിലോ എല്ലാത്തിനും നല്ലതാണ്. മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതായത് മെറീഡിയനിൽ ഉണ്ടാവുന്ന സ്റ്റാഗ്നേഷനെ, തടസ്സങ്ങളെ റിമൂവ് ചെയ്യുന്നു. വേദനയ്ക്ക് മാറാൻ നല്ലതാണ്. വേദന എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മെയിനായിട്ടും മസിൽ റിലേറ്റഡ് ആയിട്ട് ലോവർ എക്സ്ട്രിമിറ്റീസിൽ ഉണ്ടാവുന്ന പെയിൻ റിലീവ് ചെയ്യാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. നിങ്ങൾ മസാജ് ചെയ്താൽ പോലും ഇത് എഫക്റ്റീവായിട്ട് കിട്ടും. ST37, 38 ഒക്കെ മസാജ് ചെയ്യുന്നത് പോലും കാലിന് നല്ല മാറ്റം ഉണ്ടാവും റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ. ST38 2 ചൂൺ താഴെ. സോറി, ഞാൻ മാറ്റി പറഞ്ഞു അല്ലേ സാറ് പറഞ്ഞ, ഞാനിപ്പോൾ ST38 അല്ലേ, സോറി, കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ST40 ആണ് 2 ചൂൺ ഫിംഗർ വിഡ്ത്തിൽ വരുന്നത്. ഈ ST40 ഉണ്ടല്ലോ സാർ, ST40ന് കുറച്ച് മുകളിലായിട്ട് ST37 അടുത്ത് വരുന്ന പോയിന്റ് ആണ് ആ എക്സ്ട്രാ പോയിന്റ് പറയുന്നത്. ഓക്കെ സാർ, അത് നമുക്ക് വയറുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ, പേഷ്യന്റ് വന്നു കഴിഞ്ഞാലേ ജസ്റ്റ് അവിടെ നിന്ന് ടച്ച് നോക്കി കഴിഞ്ഞാൽ അപ്പൻഡിക്സ് ആണെങ്കിൽ നമ്മൾ കൈവെക്കാതിരിക്കേണ്ട അവസ്ഥ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് നല്ലതാണ് ഐഡന്റിഫൈ ചെയ്യാനത്. പറ്റും. പിന്നെ നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൻഡിക്സ് സർജറി കഴിയാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ഒരു ലോങ് ടേം വാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ST37 ഈ മറ്റേ ചിലപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ എനിക്ക് ഏകദേശം ഈ ഭാഗത്ത്, എൻ്റെ മൗസ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ഇത്രയും ഭാഗത്ത് കുറേ നടക്കുന്ന സമയത്ത് പെയിൻ വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ മറ്റേ അപ്പൻഡിക്സിന് ചെറുതായിട്ട്
ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തോ ആവശ്യമില്ലാത്തത് കുടുങ്ങിക്കിടപ്പുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഭാഗങ്ങളിൽ അവർക്ക് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും പെയിൻ വരുന്നുണ്ടെങ്കിൽ തന്നെ. ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് മറ്റേ ഇവിടെ അമേരിക്കയിൽ പോയ സാർ മനസ്സിലായില്ല. അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ പോയപ്പോ അവിടുന്ന് കൂടെ പോയ ജെയിംസ് ആന്റണിയോ അദ്ദേഹത്തിന് ന്യൂയോർക്ക് ടൈംസിന്റെ കാര്യം അന്ന് അദ്ദേഹത്തിന് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ വേദന പിന്നെയും മാറാതിരുന്നത്. അപ്പൊ അന്ന് അവർ കൊടുത്ത പോയിന്റ് ഏതാന്ന് വല്ലയിടത്തും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, അത് ചെയ്തിട്ടില്ല. അതല്ലാതെ ഒരുപാട് പേര് റെക്കോർഡിക്കലി വന്നിട്ട് അനസ്തേഷ്യ കൊടുക്കാതെ അക്യുപഞ്ചർ അനസ്തേഷ്യ മുഖേന സർജറി ചെയ്തതൊക്കെ വന്നിട്ട് റെക്കോർഡഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പോയിന്റ്സിനെ കുറിച്ച് ആരും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരുപാട് നമ്മൾ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലല്ലോ. പക്ഷെ അതെല്ലാം ചെയ്തിട്ടുള്ളത് വന്നിട്ട് MBBS ഡോക്ടേഴ്സാണ്. അക്യുപഞ്ചറിസ്റ്റുകൾ മാത്രമായിട്ടുള്ള റെക്കോർഡിക്കലായിട്ടുള്ളത് മുഴുവനും MBBS ഡോക്ടേഴ്സ്, അക്യുപഞ്ചർ പഠിച്ച ആളുകൾ എല്ലാവരും തന്നെ മോർ ദാൻ തൗസൻഡ്സ് ഓഫ് സർജറി ആൾ ഓവർ ദ വേൾഡ് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് മോഡേൺ മെഡിസിൻ്റെ അനസ്തേഷ്യ ഇല്ലാതെ. അത് മാത്രമല്ല ആ സമയത്ത് ക്ലയന്റിനോട് സംസാരിക്കുകയും പേഷ്യന്റ് വന്നിരുന്നു. ആ പേഷ്യന്റ് ദുബായിൽ നിന്ന് ചൈനീസ് അക്യുപഞ്ചർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന പേഷ്യന്റ് ആയിരുന്നു. മൂപ്പർക്ക് പ്രശ്നം എന്താ വെച്ചാല് മൂപ്പർക്ക് ഈ കൈകൾക്കൊന്നും തീരെ ഒരു ശക്തി ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമായിട്ട് പോയത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സെർവിക്കലിന്റെ ഇഷ്യൂ ആണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പൊ അയാള് ഞാൻ പൾസ് നോക്കിയപ്പോ അയാൾ പറഞ്ഞത് എന്തിനാ ഇത് ഇവിടെ പിടിക്കണോ എന്നോട്. പൾസ് നോക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലല്ലോ, അവിടുന്ന് ചെയ്തില്ലല്ലോ. ഞാൻ 7 സിറ്റിങ്ങോളം പോയി അവിടെ. അവര് കുറെ സൂചി അവിടെ ഇവിടെ കുത്തിവെച്ച് അല്ലാതെ നമുക്ക് പൾസ് നോക്കിയിട്ടില്ലല്ലോ, നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ മിക്ക ഈ അക്യുപഞ്ചറിസ്റ്റുകളും ഇൻഡിക്കേഷൻ കണക്കാക്കിയിട്ടാണ് ചൈനീസ് അക്യുപഞ്ചർ കൊടുക്കുന്നത്, പൾസ് നോക്കാതെ കൊടുക്കുന്നതാണ്. മനസ്സിലാവും. 1 അല്ല 200 ആൾക്കാർ എന്നോട് പറയുന്നത്. അങ്ങനെയല്ല സാർ. അത് ആക്ച്വലി എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യുപഞ്ചറിൽ തന്നെ കുറേ സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ആക്ച്വലി പൾസ് എന്ന് പറയുന്നത് അക്യുപഞ്ചറിന്റെ പാർട്ടാണ് പൾസ് ഡയഗ്നോസിസ് എന്നുള്ളത്. അല്ലാണ്ട് അക്യുപഞ്ചറിന്റെ ഡയഗ്നോസിസിൽ പൾസ് മാത്രം എവിടെയും ഇല്ല. അല്ല, പൾസ് മാത്രം എന്നല്ല സാർ പറയുന്നത്. നമ്മൾ കണ്ട് കേട്ട് തൊട്ട് ശരി, രോഗിയെ കണ്ട് രോഗിയെ കേട്ട് രോഗിയെ ശേഷം തൊടുന്നു. ആ സിസ്റ്റത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് രോഗി പറയുന്നതും നമുക്ക് അയാളെ ശരീരം ബോഡിപരമായിട്ട് മനസ്സിലാക്കുന്നതും പൾസിൽ കിട്ടുന്ന ഇൻഡിക്കേഷൻസും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ട്രീറ്റ്മെന്റ് ചെയ്യാറ്. അപ്പൊ റിസൾട്ട് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ നമ്മുടെ മാസ്റ്റർ ടൂങ് അക്യുപഞ്ചറിൽ പൾസ് നോക്കുന്നില്ല. നമുക്ക് രോഗത്തിന് ചികിത്സിക്കാം. മാസ്റ്റർ ടൂങ്ങില് പൾസ് നോക്കണ്ട, പക്ഷെ നിങ്ങളുടെ ഉള്ളം കൈ അവര് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. മാസ്റ്റർ ടൂങ്ങില് ഡയഗ്നോസിസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് ഡയഗ്നോസിസ് ആണ്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഉള്ളം കൈ ഉണ്ടല്ലോ, മറ്റേ കൈരേഖ ശാസ്ത്രജ്ഞൻ. ഒറ്റ മിനിറ്റ്. ഓക്കെ സാർ. അതായത് നമ്മളെന്താ പറഞ്ഞത്, ടങ് അക്യുപഞ്ചർ ആക്ച്വലി പാം ഡയഗ്നോസിസ് എന്നാണ് പറയുക. അത് ഓരോ ഏരിയ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ലിവറിന് ഇന്ന ഏരിയ, ലാർജ് ഇൻഡസ്ട്രിൻ ഇന്ന ഏരിയ എന്നുള്ളത്. ആ ഏരിയയിൽ സ്കിന്നിനുണ്ടാവുന്ന മാറ്റങ്ങൾ, റെഡിഷ്നെസ് ആണോ, പെയിലാണോ, ഡോട്ട് ആണോ, അങ്ങനെ അറിഞ്ഞിട്ടാണ് ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് പൾസ് അല്ല ടങ്ങിന് പ്രാധാന്യം. അവർ പാമിൽ വന്നിട്ട് ഓരോ ഏരിയ, അലോക്കേറ്റഡ് ഏരിയയിൽ അതിൻ്റെ സ്കിന്നിൻ്റെ ടോൺ എങ്ങനെയുണ്ട്, അവിടെ സ്ക്രാച്ചസ് ഉണ്ടോ, ലൈൻസ് ഉണ്ടോ, അവിടുത്തെ കളർ എന്താണ്, അതെന്ത് ഫീൽ ചെയ്യുന്നു കാഴ്ചയ്ക്ക് എന്നുള്ളതാണ് അവർ ഒബ്സർവ് ചെയ്യുക. ഓക്കെ സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൾസ് വന്നിട്ട് അങ്ങനെ ഒരു നിർബന്ധമായിട്ട് നോക്കണം എന്നുള്ളത് TCMൽ ഇല്ല. ശരിക്കും നമ്മളുടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൾസ് ശരിക്കും നോക്കാറുള്ളത്. ഇത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ST39 പറഞ്ഞു കഴിഞ്ഞില്ലേ. അടുത്തത് ST40. ഓക്കെ,
ST40 എന്നുള്ളത് ഓൺ ദ ആൻറ്റീരിയർ ആസ്പെക്ട്സ് ഓഫ് ദ ലോവർ ലെഗ് 8 ചൂൺ സുപ്പീരിയർ ടു ദ എക്സ്റ്റേണൽ മെലിലോസ് ബോൺ ലാറ്ററൽ ടു ST38. ST38 നിന്ന് ഒരു ഫിംഗർ വിഡ്ത്ത് മാറിയിട്ടാണ് ഉള്ള ലൊക്കേഷനാണ്. ഇത് ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ് സ്റ്റൊമക് മെറീഡിയൻ്റെ. ഇതിന് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കഫിന് നല്ലതാണ്. എക്സസീവായിട്ട് കഫം ശരീരത്തിനകത്തുണ്ടെങ്കിൽ അതിനെ എക്സ്ക്രിയേറ്റ് ചെയ്യാൻ നല്ല പോയിന്റാണ് ST40. പ്രത്യേകിച്ച് യെല്ലോയിഷ് ആണ് നിങ്ങളുടെ കഫം പോകുന്നതെങ്കിൽ ST40 നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസത്തിന് ബുദ്ധിമുട്ട്, ആസ്മ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് ഈ പോയിന്റ് നല്ലതാണ്. മാനസികമായിട്ടുള്ള ഇഷ്യൂസിന് നല്ലതാണ്. എപ്പിലെപ്സിക്ക് നല്ലതാണ്. ഹെഡ് ഏക്കിന് നല്ലതാണ്. ഡിസ്നെസ്സിന് നല്ലതാണ്. ലോവർ എക്സ്ട്രിമിറ്റീസ് പാരാലിസിസ് കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും വീക്ക്നെസ്സിനും നല്ലതാണ്. ഈ പോയിന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ തന്നെ ഫെലം ആൻഡ് ഡാമിനസിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റോപ്സ് കഫ് ആൻഡ് വീസിങ്. അപ്പോൾ ശരീരത്തിനകത്ത് കഫം വരുന്നുണ്ട്, അത് മഞ്ഞ നിറത്തിലാണെങ്കിൽ ബാക്കിയുള്ള പോയിന്റിനേക്കാൾ ഏറ്റവും നല്ലത് ST40 ആയിരിക്കും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചുമയ്ക്കും നല്ലതാണ്. കാംസ് ദ ഷൻ ആൻഡ് ക്ലിയേഴ്സ് ഫെലം ഫ്രം ദ ഹാർട്ട്. ഹാർട്ടിലെ ഫെലം വരെ കളയാൻ ഈ ST40 തന്നെ നല്ല പോയിന്റാണ്. മെറീഡിയൻസിനെ ആക്ടിവേറ്റ് ചെയ്യാനും വേദന നിവാരണിയായിട്ട് ഈ പോയിന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ST40 ഈസ് ആൾസോ നോൺ ആസ് ദ ഫെലം പോയിന്റ്, കഫത്തിൻ്റെ പോയിന്റാണ്. അപ്പോൾ മഞ്ഞ നിറത്തിലാണ് കഫം വരുന്നതെങ്കിൽ ST40 മറക്കാതെ ചെയ്യുക. ഇറ്റ് ത്രൂ ഔട്ട് ദ ബോഡി, അത് സ്റ്റൊമക്കിലത്തെ മാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് റിസോൾവ് ഫെലം ത്രൂ ഔട്ട് ദ ബോഡി. അപ്പോൾ സ്റ്റൊമക്കിലത്തെ മാത്രമല്ല, നമുക്ക് കഫം ലങ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പോയിന്റ് നമുക്ക് മാറ്റാൻ ഉപയോഗിക്കാം. ഓക്കെ, ലൂ കണക്റ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഇത് ഏതിനെ കണക്ട് ചെയ്യും? ഉറപ്പായിട്ടും സ്റ്റൊമക്കിൽ നിന്ന് സ്പ്ലീനിലേക്കുള്ള പാതയും കൂടിയാണ്. അപ്പോൾ ST40 നീഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റൊമക്കിനെയും സ്പ്ലീനിനെയും അറ്റ് എ ടൈം ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ST38 നിന്ന് ഒരു ഫിംഗർ വിഡ്ത്ത് ലാറ്ററൽ സൈഡിൽ, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ടിബിയ ബോണിൻ്റെ അവിടെ നിന്ന് 2 ഫിംഗർ വിഡ്ത്ത് മാറിയിട്ട് ST35 8 ചൂണാണ്. ഓക്കെ, ST36 എന്നാണെങ്കിൽ 5 ചൂൺ. ST41 എന്നുള്ളതാണ് ഫയർ പോയിന്റ് ആണ്. ഇത് നിങ്ങൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞ പോയിന്റ് ആണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കുന്നില്ല. പക്ഷേ പെയിൻ ഓഫ് ദ ആംഗിൾ ജോയിന്റ്, വീക്ക്നെസ് ആൻഡ് മസ്കുലർ അട്രോഫി, നംനെസ് ആൻഡ് പെയിൻ ഓഫ് ദ ലോവർ എക്സ്ട്രിമിറ്റീസ്, ഹെഡ് ഏക്ക്, ഡിസ്നെസ്, മാനസികമായ പ്രശ്നങ്ങൾ, അബ്ഡമൽ ഡിസ്റ്റൻഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാം മാറാൻ ST41 നല്ലതാണ്. ക്ലിയേഴ്സ് ഹീറ്റ് ഫ്രം ദ സ്റ്റൊമക് ആൻഡ് മെറീഡിയൻ. സ്റ്റൊമക് മെറീഡിയനിലൂടെ ഉണ്ടാവുന്ന മറ്റേ ഹീറ്റ് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി ഷെന്നിനെ കാം ചെയ്യാൻ ഉപയോഗിക്കുന്നു, മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, റിസോൾവ്സ് ഒബ്സ്ട്രക്ഷൻ, മെറീഡിയനിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ മാറ്റാൻ നല്ലതാണ്. പെയിനിനെ റിമൂവ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, ST41 എന്നുള്ള പോയിന്റ്. ST41 വന്നിട്ട് കുറച്ച് മറ്റേ ലൊക്കേഷൻ പറയുമ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെയാണ് വരുന്നത് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ 2 ചില ലൊക്കേഷൻസിൽ ഇവിടെ കാണാറുള്ളത്. നമ്മൾ വെക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 2 ടെൻഡനും ഒരെണ്ണമായിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ ഇങ്ങനെ 2 ടെൻഡൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തൊടുമ്പോൾ കാണില്ല, ഒറ്റ ടെൻഡനായിട്ട് തോന്നുക. അതിനെ പ്രസ് ചെയ്യുമ്പോഴാണ് 2 ഉള്ളത് അറിയാം. അപ്പോൾ ഈ നമ്മുടെ തള്ളവിരലിൻ്റെ നേരെ മുകളിൽ വരുന്ന ടെൻഡൻ ഉണ്ട്, ആ ടെൻഡൻ്റെ സൈഡിലുള്ള കുഴിയാണ്. ഓക്കെ, നിങ്ങളൊന്ന് തൊട്ട് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇങ്ങനത്തെ പോയിന്റ് പറയുമ്പോൾ. ഓക്കെ, ST41 എന്നുള്ളത് വളരെ നല്ല പോയിന്റ് ആണ്. ഇത് ആക്ച്വലി വെരിക്കോസിനും കൂടെ സപ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോയിന്റാണ് ST41 എന്നുള്ളത് കേട്ടോ. ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ST42 ആണ്. യുവാൻ സോസ് പോയിന്റ് ആണ്. ഓക്കെ, അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ഡോർസം ഓഫ് ദ ഫുഡ് ബിറ്റ്വീൻ ദ ടെൻഡൻ എക്സ്റ്റൻസർ കാൽക്കുലേസ് ലോഗോസ് ആൻഡ് ഡിജിറ്റോറിയം ലോങ്കസ്. ഞാൻ സ്പെല്ലിംഗ് പറയുന്നത് ചിലപ്പം ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലാത്തതുകൊണ്ടേ പ്രൊണൗൺസിയേഷൻ ഒന്നും ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല കേട്ടോ. അത് നിങ്ങൾ ഗൂഗിളിൽ തന്നെ ചോദിച്ചേക്കണേ. വേർ ദ ഡോർസൽ ആർട്ടറി ഓഫ് ദ ഫുഡ് പൾസ്റ്റേറ്റ്സ്. അതായത് ഈ ST42 നിങ്ങൾ ശരിക്കും തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പാൽപിറ്റേഷൻ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ TCM വന്നിട്ട് നമ്മൾ പൊതുവെ TCM പൾസ് നോക്കാൻ പറയുമ്പോൾ നമ്മളെ റിസ്റ്റിൻ്റെ അവിടെ ക്രീസിലുള്ള ലെഫ്റ്റിലൊരു 3 ഫിംഗർ വിഡ്ത്തിൽ വരുന്നതും റൈറ്റിൽ 3 ഫിംഗർ വിഡ്ത്ത് വരുന്നതിലും തന്നെ സൂപ്പർഫിഷ്യലും ഡീപ്പായിട്ടാണ് നോക്കുക.
മറ്റേ നമ്മുടെ വൺ ടച്ചിലൊക്കെ മറ്റേ നിങ്ങൾ നോക്കുന്നത് മറ്റേ സ്റ്റൊമക്കിൻ്റെ നിങ്ങൾ 6 സ്ഥലത്താണ് നോക്കുക, ഒറ്റ സ്ഥലത്താണ് നോക്കുക പൾസ്? ഒറ്റ സ്ഥലത്ത് 6 നോക്കും. സിംഗിൾ ആണ് ഇപ്പൊ ഡീപ്പും ചെയ്യല്. നോക്കും, സിംഗിള്. അല്ല, നിങ്ങൾ നോക്കുന്നത് എർത്തിൽ മാത്രമല്ലേ പൾസ് നോക്കത്തുള്ളൂ? എർത്ത് മെറിഡിയനിലും അല്ലെ, എർത്തിന്റെ ലൊക്കേഷനിൽ മാത്രം? ഹലോ, യെസ് യെസ്. 6 സ്ഥലത്ത് നോക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി. ആക്ച്വലി അല്ല, സിംഗിൾ 6 സ്ഥലത്തുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. എർത്തിന്റെ ലൊക്കേഷനിൽ മാത്രം വെച്ചിട്ടാണ് പൾസ് നോക്കുക. അവിടെ വരുന്ന പൾസിന്റെ റിതം ഏതാണോ അതിനനുസരിച്ചിട്ടാണ്. ഇത് തന്നെ 2-3 ടെക്നോളജി ഓരോ വിഭാഗ ആളുകളും ഇത് തന്നെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ അല്ല ചെയ്യുന്നത്. നിങ്ങൾ നോക്കുന്നത് ആ പൾസ് വന്ന് ബീറ്റ് ചെയ്യുമ്പോൾ ഏത് എലമെന്റ് ആണോ ഫീൽ ചെയ്യുന്നത് അതിനെ നീഡ്ലി അല്ലേ ചെയ്യുന്നത്? അതെ, എങ്ങനെയാണ് അല്ലേ? അതന്നെ. പൾസിൽ ഏത് എലിമെന്റാ ഫീൽ ചെയ്യുന്ന അതിനെ നീഡിൽ ചെയ്യും. അതല്ലാണ്ട് വേറെയും ഇതേ സ്ഥലത്ത് തന്നെ വേറെ രീതിയിലും നോക്കാറുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് തന്നെ ചെയ്തുകൂടാം. എന്നാലും പറഞ്ഞു തന്നൂടെ? അല്ല, അങ്ങനെയല്ല, അത് കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. ഒരെണ്ണം നിങ്ങൾ ആൾറെഡി കംഫർട്ടബിൾ ആണ്, അതിൽ തന്നെ പോവുക. ഓക്കെ, ജസ്റ്റ് വേറെയും ഉണ്ട്, അതുകൊണ്ട് ഇത് കേട്ടതും അത് തെറ്റാണെന്ന് പറയാതിരുന്നാൽ മതി. എനിക്ക് അറിഞ്ഞത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ പറയണ്ട, അത്രേ ഉള്ളൂ. അതേമാതിരി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത്, അതായത് ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് നടന്നു വന്നതാണ്, അല്ലെങ്കിൽ ആളുടെ ഒരു ഷോക്ക് കേട്ടിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു ഹറിബറിയിൽ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പൾസ് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ TCMൽ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ പൾസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് പൾസ് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ST42. അതേമാതിരി K3യിൽ പൾസ് കിട്ടും, P3യിൽ പൾസ് കിട്ടും. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ST42 പോലും ശരിക്കും നിങ്ങൾക്ക് പൾസ് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഗ്യാസ്ട്രിക് പെയിന് നല്ലതാണ് ST42. അബ്ഡമൽ ഡിസ്റ്റൻസിന് നല്ലതാണ്. സ്വെല്ലിംഗ് ഇൻ പെയിൻ ഓഫ് ദ ഡോർസം ഓഫ് ദ ഫുട്ടിന് നല്ലതാണ്. സ്വെല്ലിംഗ് ഓഫ് ദ ഫേസ് നല്ലതാണ്. നമ്മൾ സാധാരണ ഫേസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് ഡിസ്റ്റൽ പോയിന്റ് കൂടുതൽ നമ്മൾ പറയുക LI4-നെയാണ്. ശരിക്കും പറഞ്ഞാൽ ST42 ആണ് ശരിക്കും ഡിസ്റ്റൽ പോയിന്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ എല്ലാവരും LI4-നെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. ഇവിടെ ST42 ഡിസ്റ്റൽ പോയിന്റ് ആയിട്ട് ശരിക്കും വർക്ക് ചെയ്യും ഫേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന്, പല്ലുവേദനയ്ക്ക്. അതേമാതിരി തന്നെ വായയോ കണ്ണുകളൊക്കെ മറ്റേ പാരാലിസിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടുവന്നിട്ട് ഡീവിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, കോടിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ST42 നല്ല പോയിന്റാണ്. clears the heat from the stomach meridian, harmonizes the stomach, calms the shen, activates the meridian and stops the pain. ബാക്കിയുള്ളത് യുവാൻ സോസിന്റെ പ്രത്യേകതകളാണ്. നമ്മളിത് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ST42 എന്നുള്ളത് ഈ എന്താ പറയുക സെക്കൻഡ് മെറ്റാകാർപ്പൽ ബോണിനും അതേമാതിരി തന്നെ ആംഗിളിൽ വരുന്ന ബോണുമായിട്ട് ജോയിൻ ചെയ്യുന്ന അവിടെ സ്ഥലത്താണ്. ആ റെഡിഷ് കളറിൽ കൂടെ പോകുന്നതിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അത് ആർട്ടറിയാണ്. അവിടെ നിങ്ങൾ തൊടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പാൽപിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ നീഡിൽ ചെയ്യുമ്പോൾ നേരെ പാൽപിറ്റേഷൻ ചെയ്യുന്നതിന് പകരം ഒരിത്തിരി മാറി ചെയ്യുന്നത് നമുക്ക് വേദന അവർക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ ST42. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും വിരലുകളുടെ ബോൺ ചേർന്ന ശേഷമുള്ള ഹയ്യർ ഏരിയ, ആ പാദത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായിട്ട് വരും. ST43 ഷൂ സ്ട്രീം പോയിന്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ച പോയിന്റ് ആണ്. ഓക്കെ, ഇൻ ദ ഡിപ്രഷൻ ഡിസ്റ്റൽ ടു ദ ജംഗ്ഷൻ ഓഫ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് മെറ്റാകാർപ്പൽ ബോൺസ്. അതായത് നമ്മുടെ കൺപോളകൾ തൂങ്ങിക്കിടക്കുക, അതായത് കൺമിഴി പൊന്തിക്കാൻ പറ്റാതിരിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് മുകൾ വശത്തെ എന്താ പറയുക, ഐലിഡിനെ മലയാളത്തിൽ പെട്ടെന്ന് മറന്നു, കൺപോള വന്നിട്ട് തുറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് സമയത്ത് അത് തൂങ്ങിയ പോലെ ഉണ്ടാകും ചില ആളുകൾക്ക്. അങ്ങനെയുള്ളവർക്ക് റെഗുലറായിട്ട് നമ്മൾ ഈ പോയിന്റ് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ വരും. ഫേഷ്യൽ ആൻഡ് ജനറൽ എഡിമ, മുഖത്തും അതേമാതിരി തന്നെ സാധാരണ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന എഡിമ, ഓക്കെ, സ്വെല്ലിങ്ങിനൊക്കെ നല്ലതാണ്. കാലിൽ ഉണ്ടാകുന്ന സ്വെല്ലിങ്ങിനും പെയിനും വളരെ നല്ല പോയിന്റാണ്. സ്റ്റൊമക്കും സ്പ്ലീനിനെയും ഇൻറ്റസ്റ്റിനെയും റെഗുലേറ്റ് ചെയ്യുന്നു. ഡാംപ്നെസ് ക്ലിയർ ചെയ്യാൻ നല്ലതാണ്. അതാണ് എഡിമയ്ക്ക് ഇതിന് പ്രത്യേകം പറയാനുള്ള കാരണം. ഓക്കെ, ST43 ലൊക്കേഷൻ മനസ്സിലായല്ലോ. എങ്ങനെയാണോ നിങ്ങൾ കയ്യിൽ വന്നിട്ട്
ഇപ്പം മറ്റേ ട്രിപ്പിൾ വാർമർ 1, 2 കഴിഞ്ഞിട്ട് 3യിലേക്ക് ചെക്ക് ചെയ്യുന്നത് 2ൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ST44 എന്നും 3നെ വന്നിട്ട് ട്രിപ്പിൾ വാർമർ 3 അല്ല ST43 എന്നും പറയാം. എങ്ങനെയാണോ ട്രിപ്പിൾ വാർമറിൻ്റെ 2ഉം 3യും പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണത് അതേമാതിരി സ്റ്റമക്കിലെ 44ഉം 43യും ഒരു ജോയിൻറ്റിൻ്റെ മുൻവശവും പിൻവശവും അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് അല്ലേ? ഹലോ, ഇൻസ്പ്രിംഗ് പോയിന്റ് ആണ് സ്റ്റൊമക്കിന്റെ. പല്ലുവേദനയ്ക്ക് വളരെ നല്ല പോയിന്റ് ആണ്. പ്രത്യേകിച്ച് അപ്പർ ജോയിൽ ഉണ്ടാവുന്ന പല്ലുവേദനയ്ക്ക് വളരെ നല്ല പോയിന്റ് ആണ്. സോർ തോട്ടിന് നല്ലതാണ്. മുഖം കോടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മറ്റേ മൂക്കിലൂടെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അബ്ഡമൽ ഡിസ്റ്റൻസിന് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്. ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് നല്ലതാണ്. കാലുകളിലെ വേദന സ്വെല്ലിങ്ങിനൊക്കെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. സ്റ്റൊമക്കിലത്തെ ഹീറ്റ് ക്ലിയർ ചെയ്യുന്നു. ഡാംപ്നെസ്സിനെ, പ്രത്യേകിച്ച് ഡാമ്പ് ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഹീറ്റിനെയും ക്ലിയർ ചെയ്യുന്നു. പെയിൻ നിവാരണയായിട്ട് വർക്ക് ചെയ്യുന്നു. 43, 44 നമ്മൾ ആൾറെഡി നോക്കി. വെബിലാണ് വരുന്നത്. ശരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാൽവിരലുകളിലെ വെബിൽ വരുന്ന പോയിന്റുകളും കൈവിരലുകളുടെ വെബിൽ വരുന്ന പോയിന്റും എക്സാക്ട് സെൻട്രൽ അല്ല ഇടേണ്ടത്. ഇപ്പോൾ സ്റ്റൊമക് മെറിഡിയൻ രണ്ടാമത്തെ ബോണിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് രണ്ടാമത്തെ ജോയിന്റിന്റെ അവിടെ ബോൺ ഉണ്ടല്ലോ, കുറച്ച് ചേർന്നിട്ട് വേണം ഇടാൻ. മനസ്സിലാവുണ്ടോ പറയുന്നത്? ഞാൻ ഇപ്പോൾ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ട്രിപ്പിൾ വാർമർ 2 കാണിച്ചു തരാം. ട്രിപ്പിൾ വാർമർ 2 ഇവിടെ അല്ല പോയിന്റ്, ഈ പോയിന്റ് അല്ല. നിങ്ങൾക്ക് എൻ്റെ പേന കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവിടെ അല്ല പോയിന്റ്, കാണുന്നുണ്ടോ? ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന തെറ്റുണ്ട് ശരിക്ക്. അതായത് അത് കറക്റ്റ് വെബിലാണ് കാണിക്കുന്നത്, സെൻട്രലിലാണ് കാണിക്കുന്നത്. സെൻട്രലല്ല, ടുവേഴ്സ് ദിസ് ബോൺ. ഇതാണ് ട്രിപ്പിൾ വാർമർ 2 ഞാൻ ആദ്യം കാണിച്ചത്. അവിടെയല്ല, കുറച്ചുകൂടെ ഇങ്ങോട്ട് ചേർന്നിട്ട് ഈ ബോണിനോട് ചേർന്നിട്ട്. അതേമാതിരി തന്നെയാണ് ലിവർ 2 എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ. ST44ഉം രണ്ടാമത്തെ വിരലിന്റെ ജോയിന്റിന്റെ അടുത്തേക്കാണ്. ഈ വെബിൽ വരുന്നതെല്ലാം എക്സ്ട്രാ പോയിന്റ്സ് ആണ്. കയ്യിലുണ്ട് കാലുകളിലുണ്ട് എക്സ്ട്രാ പോയിന്റ്സ്. അപ്പൊ സെൻട്രലിൽ ഇട്ട് കഴിഞ്ഞാൽ ഇരുനിറം ചേരുന്നതിന്റെ സെൻട്രലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ മറ്റേ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആയതുകൊണ്ട് ST44ന്റെ ഗുണം കിട്ടും. പക്ഷെ നമ്മൾ ഇട്ടത് ST44 അല്ല, അത് എക്സ്ട്രാ പോയിന്റ് ആണ്. അതേമാതിരി ട്രിപ്പിൾ വാർമർ 2ൽ ഇടുന്ന സമയത്തും വെബിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെയും എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. അപ്പോൾ 2ന്റെ ഏകദേശം അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് കുറച്ചേറെ ഗുണങ്ങൾ അതിനകത്ത് ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എക്സ്ട്രാ പോയിന്റ് ആണോ അതോ ട്രിപ്പിൾ വാർമർ 2 ആണോ ST44 ആണോ ലിവർ 2 ആണോ എന്ന് നമുക്കറിയണം. ക്ലയന്റിന് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ക്ലിയർ ആയിരിക്കണം ഞാൻ ഇട്ടത് ഏത് പോയിന്റ് ആണെന്ന്. അതുകൊണ്ടാണ് ഇത്ര പറയുന്നത്. കാരണം ഈ ചിത്രങ്ങളിലൊക്കെ വന്നിട്ട് വെബിൽ കാണിക്കുന്ന സമയത്ത് ടുവേർഡ്സ് ബോൺ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വെബിൽ നിന്ന് മാറി ഇടുന്നത് പോലെ ഉണ്ടാവും. ചിത്രത്തിന് ചില പരിമിതികൾ ഉണ്ടല്ലോ. ക്ലിയർ ആയോ? ഹലോ അബ്ദുൽ ഖാദർ സാർ. സാർ, ടുവേഴ്സ് ബോൺ ആണ് ഇടേണ്ടത്, വെബിന്റെ സെന്ററിലല്ല. വെബിന്റെ സെന്ററിലൊക്കെ വന്നിട്ട് എക്സ്ട്രാ പോയിന്റ്സ് ആണ് ഉള്ളത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ST45 ജിങ്വെൽ പോയിന്റ് ആണ്. നഖക്കോണിന്റെ അടുത്താണ്, മൂന്നാമത്തെ വിരലിന്റെ ഭാഗത്ത്. സ്വെല്ലിംഗ് ഓഫ് ദ ഫേസ്, ടൂത്ത് ഏക്ക്, സോർ ത്രോട്ട്, എപ്പിസ്റ്റാറ്റിസ്, മൂക്കിലൂടെ ബ്ലീഡിങ് വരിക. രാത്രി സ്വപ്നങ്ങൾ കണ്ട് ഉറക്കം ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതിനിടാം. അതേമാതിരി തന്നെ മാനസികമായ ഇഷ്യൂസ് ഉള്ളവർക്ക് ഇടാം. സ്റ്റൊമക്കിലത്തെ ഹീറ്റും മെറീഡിയനിലെ ഹീറ്റും ഒക്കെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ ഹീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ കാംനെസ് ഉണ്ടാവും. അതേമാതിരി കോൺഷ്യസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് ജിങ്വൽ പോയിന്റിന്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകതയാണ് ST45 എന്നുള്ളത്. ഓക്കെ സാർ. ഇങ്ങനെ ഈ ജിങ്വൽ പോയിന്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്തും കൂടെ നമ്മൾ ഒട്ടുമിക്ക ആളുകളും തെറ്റുകൾ ചെയ്യാറുണ്ട്. ഒരു മിനിറ്റ്, ഞാനിത് പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനത് പറഞ്ഞുതരാം. ഇതുവരെ നമ്മുടെ മെറീഡിയൻ കഴിഞ്ഞു. ഇനിയുള്ള ക്ലാസ് ഞാൻ നോട്ട് ഉണ്ടാക്കിയാലേ ആവുള്ളൂ. നോക്കാം.